Dawn to dusk, yani same day delivery, only on Flipkart. ഇനി ഇരട്ടി സ്വർണം നേടാം അൽ മുഖ്തദിർ ജ്വല്ലേഴ്സ്. നമസ്കാരം. മോർണിംഗ് വൈബ്സ് ആരംഭിക്കുകയാണ്. 18ാം ലോക്സഭയുടെ ഏറെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തിന് ശേഷം ആ ലോക്സഭാ രൂപീകരണം 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ് എന്ന പ്രത്യേകത ഈ ദിവസത്തിനുണ്ട്. കേരളത്തിലെ അടക്കം അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യും. പാർലമെന്റിൽ പല വിധത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ചും നീറ്റ് വിഷയവുമായൊക്കെ ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ പ്രതിക്കൂട്ടിലായ സമയമാണ് ഇപ്പോൾ. പ്രതിപക്ഷം പതിവിലധികം ശക്തരാണ് എന്നതും പ്രത്യേകതയാണ്. അങ്ങനെ ശക്തമായ ഒരു പ്രതിപക്ഷത്തെ കാണാം പാർലമെന്റിൽ. ഭരണപക്ഷത്തിൻ്റെ ആരോപണത്തിൻ്റെ മറുപടികൾക്കും മൂർച്ച ഒട്ടും കുറയില്ല. ഏതായാലും ഏറെ പ്രത്യേകതകളുള്ള ഒരു പാർലമെന്റ് കാലത്തിനാണ് ഇന്ന് തുടക്കമാകുന്നത്. മറ്റൊന്ന്, സർക്കാരിനും മുഖ്യമന്ത്രിക്കും മറ്റുമെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ CPM ജില്ലാ കമ്മിറ്റികളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് രൂക്ഷമായ വിമർശനം ഉണ്ടായി എന്നാണ് ഇന്നലെ മനസ്സിലാകുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ, ഭരണത്തിനെതിരെ, EP ജയരാജനെതിരെയൊക്കെയുള്ള വിമർശനങ്ങളുടെ പ്രത്യേകതകളുണ്ട്. ഇതടക്കം നിരവധി വാർത്തകളാണ് ഇന്ന് മോർണിംഗ് വൈബ്സിലുള്ളത്. നമുക്കാദ്യം 18ാം ലോക്സഭയുടെ വാർത്തകളിലേക്ക് തന്നെ പോകാം. ആ സമ്മേളനം തുടക്കമാവുകയാണ്. പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ഇന്ന് നടക്കും. കേരളത്തിലെ അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. അതേസമയം പ്രോപ് ടൈം സ്പീക്കറെ സഹായിക്കാനുള്ള പാനലിൽ നിന്ന് ഇന്ത്യ സഖ്യം പിന്മാറിയേക്കും എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കൊടിക്കുന്നിൽ സുരേഷിനെ പ്രോപ് ടൈം സ്പീക്കറായി നിയമിക്കാത്തതിലാണ് പ്രതിഷേധം ഇപ്പോൾ തുടരുന്നത്. രാഗേഷ് ഉണ്ട്. രാഗേഷ്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ പാർലമെന്റ് സമ്മേളനത്തിന്. കാരണം കഴിഞ്ഞ 10 വർഷത്തെ പ്രതിപക്ഷത്തിന്റെ അവസ്ഥയല്ല ഇത്തവണയുള്ളത്. പൂർവാധികം ശക്തിയുള്ള ഒരു പ്രതിപക്ഷമാണ്. സ്വാഭാവികമായും ആക്രമണങ്ങളുടെ മൂർച്ച കൂടും. എന്തൊക്കെ പ്രതീക്ഷിക്കണം നമ്മൾ ഈ ദിവസങ്ങളിൽ? രഞ്ജിത്ത്, 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് ഏതായാലും ഇന്ന് തുടക്കമാവുകയാണ്. 11 മണിക്കാണ് സഭ സമ്മേളിക്കുക. ഇന്ന് പ്രധാനമായും അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയാണ് നടക്കുന്നത്. ഇന്നും നാളെയും ഷെഡ്യൂൾ പ്രകാരം അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കും. അതിനു മുൻപായി പ്രോട്ടം സ്പീക്കറായി BJP അംഗം ഭർതൃഹരി മെഹ്താബ് സത്യപ്രതിജ്ഞ ചെയ്യും. അത് രാഷ്ട്രപതി ഭവനിൽ 11 മണിക്ക് മുൻപായാണ് സത്യപ്രതിജ്ഞ നടക്കുക. അതിനുശേഷം ഭർതൃഹരി മെഹ്താബ് ഈ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് മേൽനോട്ടം വഹിക്കും. അതാണ് ഇന്ന് നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയിൽ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യിക്കുക സഭയിലെ നേതാവ് നിലയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അതിനുശേഷം ക്യാബിനറ്റ് മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യും. അതിനുശേഷം സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാർ, പിന്നീട് സഹമന്ത്രിമാർ, അതിനുശേഷം മറ്റംഗങ്ങൾ. ഈ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കുന്നത് അക്ഷരമാല ക്രമത്തിലാണ്. അതായത് ആൻഡമാൻ നിക്കോബാറിൽ നിന്നുള്ള അംഗമായിരിക്കും ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുക. അതിനുശേഷം ആന്ധ്രാപ്രദേശ്, അങ്ങനെ അക്ഷരമാല ക്രമത്തിൽ സംസ്ഥാന അടിസ്ഥാനത്തിലാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുക. ഏതായാലും കേരളത്തിൽ നിന്ന് 18 പേരാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. കാരണം രാഹുൽ ഗാന്ധി വയനാട്ടിലെ ലോക്സഭാംഗത്വം അദ്ദേഹം രാജിവെച്ചിരുന്നു. അപ്പോൾ 19 അംഗങ്ങളാണ് പിന്നീട് അവശേഷിക്കുന്നത്. ശശി തരൂർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കാരണം അദ്ദേഹം വിദേശ സന്ദർശനത്തിലാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ച മാത്രമായിരിക്കും ശശി തരൂർ സത്യപ്രതിജ്ഞ ചെയ്യുക എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അങ്ങനെയെങ്കിൽ 18 MP-മാർ ഇന്ന് കേരളത്തിലുള്ള സത്യപ്രതിജ്ഞ ചെയ്യും. കേരളത്തിലെ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നിശ്ചയിച്ചിരിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ്. അതായത് 4 മണിക്കും 5 മണിക്കും ഇടയിലാണ് കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുക. ആദ്യം കാസർഗോഡ് നിന്നുള്ള അംഗം രാജ്ഭവൻ ഉണ്ണിത്താൻ സത്യപ്രതിജ്ഞ ചെയ്യും. അതിനുശേഷം കണ്ണൂർ എന്നിങ്ങനെ അവസാനമാണ് തിരുവനന്തപുരത്ത് അംഗം സത്യപ്രതിജ്ഞ ചെയ്യുക. ആ രീതിയിലാണ് ഇപ്പോൾ ഏതായാലും ലോക്സഭ അതിൻ്റെ ക്രമീകരണം ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നാളെയും സമാനമായ രീതിയിൽ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കും. നാളെ വൈകിട്ട് 6 മണി വരെയും ഇതിൻ്റെ ഷെഡ്യൂൾ ഏതായാലും തയ്യാറാകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അടുത്ത ദിവസങ്ങൾ രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് സഭ സാക്ഷ്യം വഹിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ 2 സഭ പോലെയല്ല, പ്രതിപക്ഷത്തിന് വലിയ അംഗബലമുണ്ട്. ഇന്ത്യ സഖ്യം ഏതാണ്ട് സർക്കാരിനോടൊപ്പം നിൽക്കുന്ന അത്ര ഏതാണ്ട് അംഗങ്ങളുണ്ട്. 235 അംഗങ്ങൾ ഇന്ത്യ സഖ്യത്തിനുമുണ്ട്. അപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ചർച്ചയായിരിക്കുന്ന നീറ്റ് വിവാദം, ഒപ്പം തന്നെ പരീക്ഷാ ക്രമക്കേട് അടക്കമുള്ള വിഷയങ്ങൾ വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് വരും. ഒപ്പം തുടർച്ചയായി ഉണ്ടാകുന്ന ട്രെയിൻ അപകടങ്ങൾ, പശ്ചിമ ബംഗാളിൽ അടുത്തിടെയാണ് വലിയ ട്രെയിൻ അപകടം ഉണ്ടായത്. ഒപ്പം ജമ്മു കാശ്മീരിൽ വർദ്ധിച്ചു വരുന്ന ഭീകരാക്രമണം തുടങ്ങിയ വിഷയങ്ങളൊക്കെ തന്നെ ഉന്നയിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് പ്രതിപക്ഷം ഈ വിഷയങ്ങൾ ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും ധർമ്മേന്ദ്ര പ്രധാൻ ഈ പരീക്ഷാ ക്രമക്കേട് രാജിവെക്കണം എന്ന ആവശ്യം ആവർത്തിക്കുകയാണ് പ്രതിപക്ഷം. അത് സഭയിലും തുടരാൻ തന്നെയാണ് സാധ്യത. ഏതായാലും അടുത്ത ദിവസങ്ങൾ ഈ ചർച്ചകളിലേക്ക് കടക്കും. ഇന്നും നാളെയും സത്യപ്രതിജ്ഞയാണ്. അതിനുശേഷം തൊട്ടടുത്ത ദിവസം രാഷ്ട്രപതി 2 സഭകളെയും അഭിസംബോധന ചെയ്യുന്നുണ്ട്. അന്നാണ് രാജ്യസഭാ നടപടികളും ആരംഭിക്കുക. അതിനുശേഷം തൊട്ടടുത്ത ദിവസം നന്ദിപ്രമേയ ചർച്ച ആരംഭിക്കും. തുടർന്ന് പ്രധാനമന്ത്രി സഭയെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും. ഏതായാലും ഈ സമ്മേളനം വലിയ രീതിയിലുള്ള പ്രതിപക്ഷത്തിലെ പ്രതിഷേധത്തിനും പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയുമുണ്ട്. ഈ പ്രതിപക്ഷ നേതാവ് വരാം. അതിനു മുമ്പ് പ്രോടൈം സ്പീക്കർ സ്ഥാനവുമായി ബന്ധപ്പെട്ട്
ഈ കൊടിക്കുന്നിൽ സുരേഷ് വിഷയത്തിൽ കോൺഗ്രസ് ഉയർത്തിയ ഒരു പ്രതിഷേധമുണ്ടല്ലോ രാകേഷ്, അത് തുടരുമെന്ന് തന്നെയാണ്. കാരണം പ്രോട്ടേം സ്പീക്കർ പാനലിൽ നിന്നൊക്കെ പ്രതിപക്ഷം പിന്മാറാനുള്ള സാഹചര്യമുണ്ട്. സർക്കാർ ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നു എന്ന ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ വിഷയത്തെ എങ്ങനെയാകും സഭയിൽ കൈകാര്യം ചെയ്യുക? പുറത്ത് വലിയ പ്രസ്താവനകൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു, രാഹുൽ ഗാന്ധി അടക്കം. അതിനെ സഭയിൽ അതേ വർദ്ധിത വീര്യത്തോടുകൂടി ഈ വിഷയം ഉന്നയിക്കുമോ പ്രതിപക്ഷം? രഞ്ജിത്ത്, ആ വിഷയം ഏതായാലും പ്രതിപക്ഷം പ്രതിഷേധം തുടരുകയാണ്. സാധാരണഗതിയിൽ കീഴ്വഴക്കമനുസരിച്ച് ഏറ്റവും മുതിർന്ന അംഗമാണ് ഇത്തരത്തിൽ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് നേതൃത്വം നൽകേണ്ടത് പ്രോട്ടേം സ്പീക്കർ ആകേണ്ടത്. പക്ഷേ നിലവിലെ സഭയിലെ ഏറ്റവും സീനിയറായ 2 അംഗങ്ങൾ, ഒന്ന് കൊടിക്കുന്നിൽ സുരേഷും മറ്റൊന്ന് മധ്യപ്രദേശിൽ നിന്നുള്ള BJP അംഗം വീരേന്ദ്രകുമാറുമാണ്. ഇതിൽ വീരേന്ദ്രകുമാർ നിലവിൽ മോദി മന്ത്രിസഭയിൽ അംഗമാണ്. സ്വാഭാവികമായും ഏറ്റവും സീനിയർ അംഗം പ്രതിപക്ഷ നിരയിൽ അല്ലെങ്കിൽ പ്രോട്ടേം സ്പീക്കർ ആകേണ്ടിയിരുന്ന ഏറ്റവും മുതിർന്ന ആളെന്ന് പറയുന്നത് കൊടിക്കുന്നിൽ സുരേഷാണ്. പക്ഷേ കൊടിക്കുന്നിൽ സുരേഷിനെ തഴഞ്ഞുകൊണ്ട് 7 തവണ MP ആയ ഭർതൃഹരി മെഹ്താബിനെ സർക്കാർ നിയമിക്കുകയായിരുന്നു. ഇതിലാണ് പ്രതിഷേധം. അപ്പോൾ സർക്കാർ അതിന് പറയുന്ന പ്രധാനപ്പെട്ട വാദമായി ഉന്നയിക്കുന്നത് കൊടിക്കുന്നിൽ സുരേഷ് 8 തവണ വിജയിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിന് തുടർച്ചയില്ല എന്നൊരു വാദമാണ് സർക്കാർ നിരത്തുന്നത്. കാരണം 89-ൽ അദ്ദേഹം MP ആയെന്നത് ശരിയാണ്, പക്ഷേ അദ്ദേഹം 2 തവണ തോറ്റിട്ടുണ്ട്. അതായത് 98-ലും ഒപ്പം തന്നെ 2004-ലും കൊടിക്കുന്നിൽ സുരേഷ് പരാജയപ്പെട്ടു. ഭർതൃഹരി മെഹ്താബിന്റെ കാര്യത്തിൽ സർക്കാർ വിശദീകരിക്കുന്നത് 98-ലാണ് MP ആയതെങ്കിൽ പോലും പിന്നീട് തുടർച്ചയായുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളും 7 തെരഞ്ഞെടുപ്പുകളും അദ്ദേഹം വിജയിച്ചു. അപ്പോൾ അത് പരിഗണിച്ചാണ് ഭർതൃഹരി മെഹ്താബിനെ പ്രോട്ടേം സ്പീക്കറാക്കി നിയമിച്ചത് എന്ന വാദമാണ് സർക്കാർ ഉന്നയിക്കുന്നത്. പക്ഷെ അത് അംഗീകരിക്കാൻ ഏതായാലും പ്രതിപക്ഷം തയ്യാറായിട്ടില്ല. കാരണം സീനിയോറിറ്റി കൊടിക്കുന്നിൽ സുരേഷിനാണ് എന്നത് ഒരു വസ്തുതയായി നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഏതായാലും പ്രോട്ടേം സ്പീക്കറെ സഹായിക്കാനുള്ള ഈ സമിതിയിൽ കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 5 അംഗങ്ങളാണ് ഈ സമിതിയിലുള്ളത്. അതിൽ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് 3 പേരുണ്ട്, മറ്റ് 2 പേർ ഭരണകക്ഷി അംഗങ്ങളാണ്. ഇതിൽ കൊടിക്കുന്നിൽ സുരേഷിന് പുറമെ TR ബാലു DMK നേതാവാണ്, അദ്ദേഹം ഈ പാനൽ അംഗമാണ്. ഒപ്പം തന്നെ സുദീപ് ബന്ദോപാധ്യായ തൃണമൂൽ കോൺഗ്രസ് അംഗമാണ്, അദ്ദേഹവും ഈ പാനലിൽ അംഗമാണ്. അപ്പോൾ ഈ 3 പേരും ഈ സഹായിക്കാനുള്ള പാനലിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം എത്തിയിട്ടുള്ളത്. ഏതായാലും ഇന്ന് രാവിലെ DMK അടക്കമുള്ള കക്ഷികളുമായി കൂടിയാലോചിച്ച ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഏതായാലും കൈക്കൊള്ളുക. മറ്റൊന്ന്, ഈ ലോക്സഭ കാലയളവിൽ ഒരു പ്രത്യേകത സ്പീക്കർ തെരഞ്ഞെടുപ്പാണ്. നമുക്കറിയാം TDP ഏതാണ്ട് സ്പീക്കർ എന്ന ക്ലെയിമിൽ നിന്ന് പിന്മാറിയ പശ്ചാത്തലമുണ്ട്. അത് പ്രതിപക്ഷം മനസ്സിലാക്കുന്നുണ്ട്. സ്വാഭാവികമായും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം തങ്ങൾക്ക് വേണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. അത് അങ്ങനെയാണ് പതിവെന്നവർ പറയുന്നു, ശക്തമായ പ്രതിപക്ഷമുള്ള സാഹചര്യത്തിൽ. പക്ഷേ അപ്പോൾ അത് സമ്മതിക്കാൻ ഒരു തരത്തിലും ഭരണപക്ഷം NDA തയ്യാറാവില്ല. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം TDPക്ക് നൽകിക്കൊണ്ട് ഇപ്പോഴത്തെ സ്പീക്കർ തുടരുക എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളെന്നാണ് ദേശീയ തലത്തിലുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നത്. അത് അങ്ങനെ തന്നെ ആയിരിക്കുമോ, അതോ മറ്റെന്തെങ്കിലും ചിന്ത കഴിഞ്ഞ ദിവസങ്ങളിൽ ഭരണപക്ഷത്തിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ രാകേഷ്? രഞ്ജിത്ത്, ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തിന് ആദ്യം TDP അവകാശവാദം ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് 99-ൽ GMC ബാലയോഗി സ്പീക്കറായിരുന്നു എന്ന വാദം അന്ന് NDA സർക്കാർ തന്നെയായിരുന്നു. അതൊക്കെയാണ് TDP ഉന്നയിച്ചിരുന്നെങ്കിൽ പോലും ഈ ഘട്ടത്തിൽ TDP അതിൽ നിന്ന് പിന്നോട്ട് പോയി എന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ BJPയിലും തന്നെയായിരിക്കും സ്പീക്കർ ഉണ്ടാവുക. നിലവിൽ ലഭിക്കുന്ന സൂചന അനുസരിച്ച് കോട്ടയിൽ നിന്നുള്ള രാജസ്ഥാനിലെ കോട്ടയിൽ നിന്നുള്ള അംഗമായ നിലവിലെ സ്പീക്കറായ ഓം ബിർള തന്നെ ആ സ്ഥാനത്തേക്ക് വരുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കാരണം നാളെയാണ് ഈ പത്രിക സമർപ്പിക്കേണ്ട തീയതി. അപ്പോൾ അതിനു മുൻപായി ഇന്ന് തന്നെ ഒരു പ്രഖ്യാപനം BJPയുടെ ഭാഗത്തുനിന്ന് NDAയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കും. ഏതായാലും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് ഒരു വിട്ടുവീഴ്ച ഇല്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇന്ത്യ സഖ്യമുള്ളത്. കാരണം കഴിഞ്ഞ തവണ ആ പദവി ഒഴിച്ചിടുന്ന സമീപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുണ്ടായി. ഡെപ്യൂട്ടി സ്പീക്കർ എന്ന പദവിയെ ഉണ്ടായിരുന്നില്ല, അത് ഒഴിച്ചിടുകയായിരുന്നു. പക്ഷേ കീഴ്വഴക്കമനുസരിച്ച് ഈ പദവി പ്രതിപക്ഷത്തിന് നൽകുകയാണ് പതിവ്. മുൻകാലങ്ങളിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. മോദി സർക്കാരിന്റെ കാലത്തും അങ്ങനെ തന്നെയാണ്. 1ാം മോദി സർക്കാരിന്റെ കാലത്തും അങ്ങനെയായിരുന്നു. കാരണം തമിഴ്നാട്ടിൽ നിന്നുള്ള ADMK അംഗം തമ്പിദുരയായിരുന്നു അന്ന് ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിൽ വന്നത്. അന്ന് ADMKക്ക് 37 അംഗങ്ങളുണ്ടായിരുന്നു. കോൺഗ്രസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ കക്ഷി അന്ന് ADMK ആയിരുന്നു. അപ്പോൾ ADMKയിൽ നിന്നാണ് അന്ന് ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകിയത്. പക്ഷേ ഇത്തവണ എന്തായിരിക്കും സർക്കാരിന്റെ തീരുമാനം എന്നത് നിർണായകമാണ്. ഒരുപക്ഷെ TDPക്ക് നൽകും. കാരണം അവർ അവകാശവാദം ഇതിനോടകം തന്നെ സ്പീക്കർ സ്ഥാനത്തേക്ക് ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ തൽക്കാലം പിന്മാറിയെങ്കിലും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം അവർക്ക് നൽകാനുള്ള നീക്കത്തിലേക്ക് സർക്കാർ കടക്കുമെന്നാണ് അറിയേണ്ടത്. ഏതായാലും കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ വ്യക്തമാക്കിയിട്ടുള്ളത്
ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. അക്കാര്യത്തിൽ ശക്തമായ നിലപാട് തുടരുമെന്ന നിലപാടിലേക്കാണ് ഇപ്പോൾ ഏതായാലും കോൺഗ്രസും ഇന്ത്യ സഖ്യവും എത്തിയിട്ടുള്ളത്. അതാണ് സാഹചര്യം. ഏതായാലും 18ാം ലോക്സഭാ സമ്മേളനം ആരംഭിക്കുകയാണ്. സംഭവ ബഹുലമായ ഒരു സമ്മേളന കാലയളവാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നേരത്തെ രാകേഷ് പറഞ്ഞതുപോലെ അതിശക്തമായ പ്രതിപക്ഷമാണ്. ഭരണപക്ഷത്തിനും ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തിൽ അവതരിപ്പിക്കാനുണ്ട്. ഒരുപാട് ആരോപണ പ്രത്യാരോപണങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. നീറ്റ് വിഷയത്തിൽ സർക്കാർ പ്രതിരോധത്തിലാണ്. അങ്ങനെ ഘടകകക്ഷികളെ കൂടി ഒപ്പം നിർത്തിയുള്ള ഒരു സർക്കാർ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ വാക്കുകൾ കഴിഞ്ഞ 2 കാലയളവിൽ നമ്മൾ കണ്ടതാണ്. അതിമൂർച്ചയുള്ള ശക്തമായ വാക്കുകളായിരുന്നു. അത് ഇത്തവണ ഏത് തരത്തിലായിരിക്കുമെന്ന കാര്യം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. അതേ സ്ട്രാറ്റജി NDA സഖ്യം തുടരുമോ എന്നതും കാത്തിരുന്ന് കാണേണ്ടി വരും. ER രാഗേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. രംഗങ്ങൾക്ക് ഇന്ന് നിയമസഭയിലും സാക്ഷ്യം വഹിച്ചേക്കാം. പ്രതിപക്ഷം വിവിധ വിഷയങ്ങൾ ഉന്നയിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഡാൻ കുര്യൻ്റെ റിപ്പോർട്ടാണ് കണ്ടത്. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ +1 ക്ലാസുകൾ ഇന്ന് ആരംഭിക്കും. 3,22,147 കുട്ടികളാണ് പ്രവേശനം നേടിയത്. മുഖ്യ അലോട്ട്മെന്റ് വെള്ളിയാഴ്ച പൂർത്തിയായി. മെറിറ്റിൽ ഇനി അവശേഷിക്കുന്നത് 41,222 സീറ്റുകളാണ്. ഇവ ഉൾപ്പെടുത്തി സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടത്തും. +1 സീറ്റ് പ്രശ്നത്തിൽ മലപ്പുറത്ത് ഇന്ന് SFIയുടെ പ്രതിഷേധം. രാവിലെ 10:30 കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച്. മലപ്പുറത്ത് +1 സീറ്റ് ക്ഷാമം ഇല്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ മാർച്ച് എന്നത് ശ്രദ്ധേയമാണ്. ഈ ആവശ്യത്തിൽ MSFന്റെ പ്രതിഷേധം ഇന്നും തുടരുന്നുണ്ട്. അതേസമയം വിദ്യാർത്ഥി സംഘടനകളുമായി മന്ത്രി നടത്തുന്ന ചർച്ച നാളെയാണ്. അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, സവിശേഷമായൊരു സാഹചര്യമാണ്. സാധാരണ ഒരുപക്ഷെ ഈ സർക്കാരിൻ്റെ കാലത്ത് ആദ്യമായിരിക്കും സർക്കാരിൻ്റെ ഒരു നിലപാടിനെതിരെ ഭരണപക്ഷത്തെ വിദ്യാർത്ഥി സംഘടന രംഗത്ത് വരുന്നത് എന്നുള്ളത്. കാരണം അവർക്ക് മറ്റു മാർഗമില്ല എന്നത് കൃത്യമാണല്ലോ. MSFും മുസ്ലിം ലീഗും ഒക്കെ വലിയ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. അതൊരു വികാരമായി മലപ്പുറത്തുടനീളം ആഞ്ഞടിക്കുന്നുണ്ട്. അവിടെ SFIക്ക് നിശബ്ദരായിരിക്കാൻ സാധിക്കില്ല. മന്ത്രിക്ക് ഒടുവിൽ ഗതികെട്ട് ചർച്ച വിളിക്കേണ്ട പശ്ചാത്തലമൊക്കെ നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ SFIയുടെ നീക്കം എങ്ങനെയാണ്? ചർച്ച വിളിച്ചിട്ടും സമരവുമായി മുന്നോട്ട് പോവുക, അത് തന്നെയാണോ നിലപാട്? രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസം SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനുവിൻ്റെ പ്രസ് മീറ്റിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, SFIക്ക് ഇക്കാര്യത്തിൽ അധിക ബാച്ച് അനുവദിക്കണം എന്നത് തന്നെയാണ് ആവശ്യം. ഇക്കാര്യം മന്ത്രിയെ കണ്ട് കത്ത് നൽകിയിട്ടുണ്ട്. ഈ MSFും അതേപോലെ മറ്റ് സംഘടനകൾ ഉന്നയിക്കുന്നത്ര സീറ്റ് ക്ഷാമം ഇവിടെ ഇല്ലെങ്കിൽ പോലും 10,000-ഓളം കുട്ടികൾക്ക് പഠിക്കുവാൻ ഉപരിപഠനത്തിന് ആവശ്യമായ സംവിധാനം ഒരുക്കേണ്ടത് അത്യാവശ്യമാണ്. അതായത് വിദ്യാഭ്യാസ മന്ത്രി സഭയിൽ പറയുന്ന നിലപാടുമല്ല SFIക്ക് എന്ന് വ്യക്തമാക്കിയിരുന്നു. ഇതേ വിഷയത്തിൽ ഇപ്പോൾ SFI പരസ്യ പ്രതിഷേധത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അതും വിദ്യാഭ്യാസ മന്ത്രി സഭയിൽ മലപ്പുറത്ത് സീറ്റ് ക്ഷാമമില്ല എന്ന് പ്രസ്താവിച്ച സാഹചര്യത്തിൽ കൂടിയാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം. മലപ്പുറത്ത് 10:30 SFIയുടെ മാർച്ച് ഇന്ന് നിശ്ചയിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസമായിട്ട് KSUവും MSFും വലിയ പ്രക്ഷോഭങ്ങളാണ് മലപ്പുറത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. RDD ഓഫീസിലേക്ക് സ്ഥിരം MSF പ്രവർത്തകർ കടന്നു ചെല്ലുന്നുണ്ട്. ഓഫീസിൻ്റെ ഉപരോധം നടത്തുന്നുണ്ട്. നിരവധി പ്രവർത്തകർ അറസ്റ്റിലാണ്. തിരുവനന്തപുരത്തും വിദ്യാഭ്യാസ ഡയറക്ടർ ഓഫീസിലേക്കും MSF പ്രവർത്തകരുടെ സമരം നടന്നു. അത്തരത്തിൽ മലപ്പുറം ഈ ഒരു +1 സീറ്റ് വിഷയത്തിൽ വലിയ സമര പരമ്പരകളുടെ നടുവിൽ നിൽക്കുമ്പോഴാണ് SFIയുടെ ഈ ഒരു സമര പ്രഖ്യാപനം. അവരും ഈ ഒരു വിഷയത്തിൽ പ്രതിഷേധത്തിനിറങ്ങുന്നു. നമുക്കറിയാം, SFIക്ക് കഴിഞ്ഞ ഈ മാസം നടന്ന കാലിക്കറ്റ് സർവകലാശാല തെരഞ്ഞെടുപ്പിൽ നേരിട്ട തിരിച്ചടിയും തുടർച്ചയായിട്ടുണ്ടാകുന്ന ഈ ഒരു തിരിച്ചടികളും ഇതൊക്കെ തന്നെ SFIയെ ഇത്തരത്തിലൊരു സമരത്തിനിറങ്ങാൻ നിർബന്ധിതരാക്കി എന്ന് വേണം കരുതാൻ. രഞ്ജിത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഈ സർക്കാരിൻ്റെ കാലത്ത് ആദ്യമായിട്ടായിരിക്കും വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ, വിദ്യാഭ്യാസ വകുപ്പിനെതിരെ SFI ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. അത് നിലനിൽപ്പിൻ്റെ കൂടി അടിസ്ഥാനമാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം. കാരണം MSFും KSUവും ഉന്നയിക്കുന്ന ആവശ്യം അത് മലപ്പുറത്തിൻ്റെ ഒരു വികാരമായിട്ട്, മലപ്പുറത്തിൻ്റെ ഒരു ആവശ്യമായിട്ട് ജനങ്ങളെല്ലാം തന്നെ പങ്കുവെക്കുന്ന ഒരു ആശങ്ക കൂടിയാണ്. ആ വിഷയത്തിൽ ഇനി മാറി നിൽക്കുന്നത് നിലനിൽപ്പിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യം ഈ സ്കൂളുകളിലും കലാലയങ്ങളിലും ഉണ്ടാക്കുമെന്നൊരു തിരിച്ചറിവിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് SFIയുടെ ഇപ്പോഴത്തെ ഈ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു നീക്കം എന്ന് വേണം കരുതാൻ. മാത്രമല്ല, ഇത് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ഇതിൻ്റെ ചർച്ചയ്ക്ക് വിളിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തുതന്നെയാണെങ്കിലും മലപ്പുറത്ത് അധിക ബാച്ച് അനുവദിക്കുക എന്ന ആവശ്യം ഇപ്പോൾ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും
ഒരേ ശബ്ദത്തിൽ ആവശ്യപ്പെടുന്ന സാഹചര്യം. ഇനി നാളെ നടക്കുന്ന തിരുവനന്തപുരത്ത് നടക്കുന്ന യൂത്ത് ലീഗ് മാർച്ചിന് ശേഷം മുസ്ലിം ലീഗ് ഇത് ഏറ്റെടുക്കുമെന്ന് പറയുന്ന സാഹചര്യം. ഇതൊക്കെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിന് അധിക ബാച്ച് എന്ന ആവശ്യത്തിലേക്ക് അത് അനുവദിക്കുന്നതിലേക്ക് സമ്മർദ്ദം ചെലുത്തുന്ന സാഹചര്യമാണുള്ളത്. കാരണം അതൊരു വസ്തുതാപരമായ കാര്യവുമാണ്. ഈ എണ്ണം എന്നുള്ളത് ഏകദേശം 16,000 കുട്ടികൾക്ക് എങ്ങനെ ഏത് കണക്കിൽ നോക്കിയാലും ഇവിടെ ഉപരിപഠനത്തിന് +1 സീറ്റ് കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കും. സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസ മന്ത്രി നൽകിയ കണക്കുകൾ ഒരു തരത്തിലും പൊരുത്തപ്പെടാനാകില്ല എന്ന് എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുമ്പോൾ ഇതിൽ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ട സാഹചര്യം വരും. ആ ഒരു ഘട്ടത്തിൽ SFIയുടെ സാന്നിധ്യം ഈ പ്രതിഷേധ രംഗത്ത് ഉണ്ടായില്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ട് SFIയെ സംബന്ധിച്ച് ഭാവിയിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാക്കും. അപ്പോൾ അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് SFIയുടെ ഇന്നത്തെ ഒരു വിദ്യാർത്ഥി സമരം, ഒരു കളക്ടറേറ്റ് ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. രാവിലെ 10:30-ഓടെയാണ് ഇത് നടക്കുക. ജില്ലാ നേതാക്കളായിരിക്കും ഇതിൽ പങ്കെടുക്കുക എന്ന വിവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതേസമയം MSFന്റെ പ്രതിഷേധം തുടർച്ചയായ 4ാം ദിവസവും തുടരുന്ന സാഹചര്യമുണ്ട്. RTD ഓഫീസിലേക്ക് ഇന്നും MSF പ്രവർത്തകർ ഉപരോധം സംഘടിപ്പിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മലപ്പുറം ഈ ഒരു +1 സീറ്റ് വിഷയത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് നടുവിലാണ് ഇപ്പോൾ ഉള്ളത്. രഞ്ജിത്ത്. അനുമോദ്, മലപ്പുറത്തെ മറ്റൊരു സവിശേഷ സാഹചര്യം, കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് മുഖ്യമന്ത്രി വലിയൊരു വിമർശനം ലീഗിനെതിരെ നടത്തിയിരുന്നു. കാരണം ഇത് CPMന്റെ മാറിയ കാലത്തെ പുതിയ സ്ട്രാറ്റജിയായി കാണുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം ലീഗിനെ ചേർത്ത് നിർത്താൻ ശ്രമിച്ചിരുന്ന തെരഞ്ഞെടുപ്പിന് മുൻപ് അവർ തയ്യാറാകാതിരുന്നപ്പോൾ, ആ ശ്രമം വിജയിക്കാതിരുന്നപ്പോൾ ഇപ്പോൾ ലീഗിനെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യുക. SNDPയുമായി ബന്ധപ്പെട്ടും ഈ ആക്രമണമുണ്ട്. അവിടെ ഈ ഇന്നലെ ലീഗിന്റെ വളരെ ശക്തമായ ചന്ദ്രികയിലൂടെയുള്ള മറുപടി നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രി സ്വന്തം മുഖം നോക്കണം, ലീഗിനെ അല്ല പഠിപ്പിക്കാൻ വരേണ്ടത് എന്നൊക്കെ ഉള്ള ശക്തമായ വിമർശനം ലീഗിന്റെ ഭാഗത്തുനിന്നുണ്ടാക്കുന്നു. അത് മലപ്പുറത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ അപ്പാടെ മാറ്റുന്നൊരു പശ്ചാത്തലമില്ലേ? ഇപ്പോൾ +1 വിഷയവുമായി ബന്ധപ്പെട്ട സമരം ലീഗ് ശക്തമായി കൊണ്ടുപോകുന്നു. ഇനിയും മുഖ്യമന്ത്രിക്കും CPMനുമെതിരെയൊക്കെ വരും ദിവസങ്ങളിലും ശക്തമായ പ്രത്യാക്രമണം ഉണ്ടാകും. അതായത് തെരഞ്ഞെടുപ്പിന് മുൻപുണ്ടായിരുന്ന ഒരു സൗഹൃദ അന്തരീക്ഷം മാറിയിട്ട് വീണ്ടും മലപ്പുറം രാഷ്ട്രീയം ലീഗ് വേഴ്സസ് CPM എന്ന നിലയിലേക്ക് മാറുന്ന സാഹചര്യമല്ലേ? രഞ്ജിത്ത്, തീർച്ചയായിട്ടും നമുക്കറിയാം തെരഞ്ഞെടുപ്പിന്റെ ഒരു സമയത്ത് ഉണ്ടായിരുന്ന സാഹചര്യം ലീഗിനെ ഒരു പരിധിയിൽ കൂടുതൽ ആക്രമിക്കുവാൻ ഇടതുപക്ഷം തയ്യാറായിരുന്നില്ല. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ പലപ്പോഴും EP ജയരാജനടക്കം പ്രശംസിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഒരു ക്ഷണം എന്ന തരത്തിലായിരുന്നു ഇവരുടെ എല്ലാം ഈ നയസമീപനങ്ങളെ കണ്ടിരുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പിൽ ലീഗിനുണ്ടായ വലിയ നേട്ടം, അതായത് വലിയ നേട്ടം എന്ന് വെച്ചാൽ പൊന്നാനിയിലും മലപ്പുറത്തും അവർ നേടിയ വലിയ ഭൂരിപക്ഷം, അത് ലീഗിനെ സംബന്ധിച്ച് നൽകുന്നത് വലിയ ആത്മവിശ്വാസമാണ്. ഒരുപാട് പ്രതിസന്ധികൾക്കിടയിൽ, അതായത് സമസ്തയുടെ പിന്തുണ കുറയും, മറ്റ് പല പ്രശ്നങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് ഇടതുപക്ഷം നടത്തുന്ന ആ ഒരു പ്രചരണങ്ങൾ എത്രമാത്രം ഫലം കാണുന്ന ആശങ്കയിലായിരുന്നു. പക്ഷെ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തിലാണ് ലീഗിന്റെ വിജയം. ഇത് സ്വാഭാവികമായിട്ടും ലീഗിനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഈ ഇടതുപക്ഷത്തിന്റെ ഇപ്പോഴത്തെ പിണറായി വിജയൻ നടത്തിയ ഈ ഒരു വിമർശനത്തെ കാണേണ്ടത്. കഴിഞ്ഞ ദിവസം PMS സലാം തുറന്നടിച്ചത് ഇടതുപക്ഷത്തിന്റെ മുഖം ശ്രദ്ധിച്ചിട്ട് വേണം ലീഗിനെ പറ്റി കുറ്റം പറയുവാൻ. പോരാളി ഷാജി മുതൽ യെച്ചൂരി വരെ ഈ തോൽവിയുടെ കാരണക്കാരൻ പിണറായി വിജയനാണെന്ന് പറയുമ്പോൾ പിണറായി വിജയൻ അതിന്റെ നിരാശ തീർക്കുകയാണ് ലീഗിന്റെ മേക്കെട്ട് കയറാൻ ശ്രമിച്ചുകൊണ്ട് എന്നാണ് പറയുന്നത്. അതായത് പിണറായി വിജയനെതിരെ ഇത്രയും നിശിതമായ ഭാഷയിൽ, രൂക്ഷമായ ഭാഷയിൽ ലീഗിന്റെ ഒരു പ്രതികരണം ഇതിന് മുമ്പുണ്ടായിട്ടില്ല. അത്രമാത്രം കടുത്ത നിലപാട് തന്നെയാണ് ലീഗിന് ഇതിലെടുക്കുന്നത്. അപ്പോൾ ഇനിയുള്ള സമരങ്ങളിലും ഇനിയുള്ള പ്രതിഷേധങ്ങളിലും ഒക്കെ അതിന്റെ ഒരു പ്രതിഫലനം കാണുകയും ചെയ്യും. UDF ശക്തമാകുമ്പോൾ, UDFന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായിട്ട് ലീഗ് നിലനിൽക്കുമ്പോൾ ഇടതുപക്ഷത്തെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള നിലപാട് തന്നെയായിരിക്കും മുസ്ലിം ലീഗ് ഇനി ഓരോ സമരമുഖങ്ങളിൽ നിന്ന് സ്വീകരിക്കുക. കഴിഞ്ഞ ദിവസം PMS സലാം തന്നെ വ്യക്തമാക്കിയത് 25-ന് ശേഷം മുസ്ലിം ലീഗ് ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ മുസ്ലിം ലീഗ് ഇത് ഏറ്റെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ കാണുന്ന സമരമൊന്നും ആയിരിക്കില്ല. വിദ്യാഭ്യാസ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ ഒരു പക്ഷേ റോഡിലിറങ്ങാൻ പോലും കഴിയുന്ന സാഹചര്യം വരുന്ന സൂചനകളാണ് മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പിണറായിയുടെ വിമർശനം ഒരു വശത്ത് നിൽക്കെ അതിനെ ശക്തമായ ഭാഷയിൽ തിരിച്ചടിച്ചുകൊണ്ട് സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തി ഇനി ലീഗ് അവരുടെ ആധിപത്യമുള്ള മേഖലകളിൽ ഇടതുപക്ഷത്തിനെ കടന്നാക്രമിക്കാൻ പോകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. സ്വാഭാവികമായിട്ടും മലപ്പുറത്ത് ഇത് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കും. ഈ ഒരു സമരങ്ങളൊക്കെ തന്നെ ഇടതുപക്ഷത്തിന് തലവേദനയാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. രഞ്ജിത്ത്, ഏതായാലും മലപ്പുറം രാഷ്ട്രീയവും മാറി മറിയുന്നു. ലീഗും CPMും തമ്മിൽ ഒരു ഭായി ബന്ധം തെരഞ്ഞെടുപ്പിന് മുൻപുണ്ടായിരുന്നു എന്ന പ്രതീതി ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം കാര്യങ്ങൾ മാറുന്നു. തെരഞ്ഞെടുപ്പിലെ വലിയ UDF വിജയം ലീഗിനെ UDFനൊപ്പം ചേർത്ത് നിർത്തുന്നു കൂടുതൽ ശക്തമായി എന്ന് വേണം ഇതിൻ്റെ ഒരു ആത്യന്തിക ഫലമായി വിലയിരുത്താൻ. കാസർഗോഡ് ജില്ലയിൽ പാർട്ടി ശക്തി കേന്ദ്രങ്ങളിലെ വോട്ടുകൾ BJPയിലേക്ക് പോയെന്ന് CPM ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം.
സംസ്ഥാന സർക്കാരിനും ഇ പി ജയരാജനുമെതിരെയും ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനമുണ്ടായി. ഉണ്ണിത്തനെതിരെയുള്ള പ്രചരണ വീഡിയോ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ എതിർപ്പുണ്ടാക്കി. അമിത ന്യൂനപക്ഷ പ്രീണനവും CAA വിരുദ്ധ സമരവും വർഗീയ പാർട്ടിയായി ചിത്രീകരിക്കാൻ ഇടയാക്കിയെന്ന വിമർശനവും ഉണ്ടായി. അതിരൂക്ഷമായ വിമർശനമാണ്, അത് നിശിതമായ വിമർശനമാണ് ഉണ്ടാകുന്നത്. കാരണം ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി CPM-ന്റെ ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ ഒപ്പാടെ ഇത്തരം വിമർശനങ്ങൾ സംഭവിക്കുന്നത് പ്രധാനമാണ്. മുഖ്യമന്ത്രിക്കും സർക്കാരിനും എതിരെ ഇ പി ജയരാജനും വിമർശനത്തിന് അതീതനല്ല സംഭവിക്കുന്നു. പക്ഷെ അപ്പോഴും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം എടുത്ത നിലപാട് ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ളതാണ്. മറ്റു പല കാരണങ്ങളും ചൂണ്ടിക്കാട്ടി ലീഗിനെയും SNDP-യെയും മറ്റും മുഖ്യമന്ത്രി ഡയറക്റ്റായി ആക്രമിക്കാൻ ശ്രമിച്ചത് നമ്മൾ കണ്ടു. അതായത് CPM-ന്റെ സംസ്ഥാന സമിതിയിലടക്കമുണ്ടായ വിമർശനങ്ങൾക്കുള്ള മറുപടിയായി കൂടിയാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്നും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ജില്ലാ കമ്മിറ്റികളിൽ അതല്ല നില എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ KV ബൈജു ചേരുകയാണ്. ബൈജു, എന്തൊക്കെയാണ് അംഗങ്ങൾക്ക് പറയാനുണ്ടായിരുന്നത്? പ്രത്യേകിച്ച് VP ജയരാജനെ പോലെ ഒരു പ്രധാനപ്പെട്ട അംഗത്തിൻ്റെ സാന്നിധ്യത്തിൽ, പ്രധാനപ്പെട്ട നേതാവിൻ്റെ സാന്നിധ്യത്തിൽ ആഞ്ഞടിക്കുകയായിരുന്നോ അംഗങ്ങൾ? രഞ്ജിത്തെ, തീർച്ചയായും രൂക്ഷമായ വിമർശനമാണ് ഇത്തരത്തിൽ അംഗങ്ങൾ ഉന്നയിച്ചത്. പ്രധാനമായും സംസ്ഥാന സർക്കാരിനെതിരെയാണ്. ഇ പി ജയരാജനെതിരെയും അതിരൂക്ഷമായ വിമർശനമുണ്ടായി. ഇ പി ജയരാജനെ പ്രധാനമായും വോട്ടെടുപ്പിന് തൊട്ട് മുൻപത്തെ ദിവസം ഇ പി ജയരാജൻ നടത്തിയ പ്രസ്താവന തിരിച്ചടിയായി എന്നാണ് അംഗങ്ങൾ വിമർശിച്ചത്. ഒപ്പം ഭരണവിരുദ്ധ വികാരം കാണാതെ പോയി. ഇതാണ് പ്രധാനമായും ഇത്രയും വലിയൊരു തോൽവിക്ക് കാരണമെന്ന് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. എന്തായാലും കാസർഗോഡ് ജില്ലയിൽ അവലോകന യോഗമായിരുന്നു. ഇന്നും ഈ യോഗമുണ്ട്. ഇതിൽ പ്രധാനമായും ഇവർ ചൂണ്ടിക്കാട്ടിയത് ഈ ക്ഷേമ പെൻഷന്റെ കാര്യമായിരുന്നു. ക്ഷേമ പെൻഷൻ മുടങ്ങിയത് ഏറ്റവും വലിയ തിരിച്ചടിയായെന്ന ഒരു വിമർശനമുണ്ടായി. ഇത്തരത്തിൽ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സർക്കാരിന് കഴിയാതെ പോയി. ഇത് വലിയ തിരിച്ചടിയായെന്ന ഒരു വിമർശനവും ഉണ്ടായി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മാധ്യമ പ്രവർത്തകരോടുള്ള പെരുമാറ്റമാണ്. ഈ പല നേതാക്കളും, അതായത് സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുന്നത് വളരെ ക്ഷോഭിച്ചാണ്. ഇത് ജനങ്ങൾക്ക്, അതായത് പൊതുജനങ്ങൾക്കിടയിൽ വലിയ അവമതിപ്പുണ്ടാക്കിയെന്ന ഒരു വിമർശനവും ഉണ്ടായി. ഇത്തരത്തിൽ ഉള്ള ഈ പെരുമാറ്റം ഇനി മാറ്റേണ്ട സമയം അതിക്രമിച്ചു എന്നും ഇവർ പറയുകയുണ്ടായി. മാത്രമല്ല, ജില്ലയിലെ പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ, അതായത് ഈ കയ്യൂർ, കുറ്റിക്കോൽ പോലുള്ള സ്ഥലങ്ങളിൽ BJPക്ക് വോട്ട് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട്. അത് വളരെ ഗൗരവമായി തന്നെ കാണണമെന്നും അംഗങ്ങൾ പറയുകയുണ്ടായി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കാസർഗോഡ് ജില്ലയിൽ നമുക്കറിയാം ഉണ്ണിത്താനെതിരെ ഒരു പ്രചരണ വീഡിയോ പുറത്തിറക്കിയിരുന്നു. ഇതിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് വിമർശിച്ച തരത്തിലായിരുന്നു ഈ വീഡിയോ. അത് മുസ്ലിം വോട്ടുകൾ കുറയാൻ, അതായത് അവർക്ക് ഇടയിൽ ഒരു അതൃപ്തി ഉണ്ടാക്കാൻ കാരണമായി എന്നൊരു വിലയിരുത്തലും ഒപ്പം ഉണ്ടായി. എന്തായാലും അമിത മുസ്ലിം പ്രീണന നയമാണ് ഇത്തവണ തിരിച്ചടിയായെന്ന ഒരു വിലയിരുത്തലുണ്ടായി. പ്രത്യേകിച്ച് CAA സമരം നമുക്കറിയാം. കാസർഗോഡ്, മലബാർ മേഖലകളിൽ, പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിൽ രാത്രികാല സമരം നിരന്തരം ഉണ്ടായിരുന്നു. ഇത്തരം സമരങ്ങൾ നിഷ്പക്ഷ വോട്ടുകൾ മാറിപ്പോകാനുള്ള ഒരു കാരണവുമായി. എന്തായാലും ഈ ജില്ലാ കമ്മിറ്റി ഇന്നും തുടരും. ഇന്നും ശക്തമായ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഇ പി ജയരാജന്റെ സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു EPA ഉൾപ്പെടെയുള്ള വിമർശനം ഉണ്ടായത്. KK ശൈലജയും ഈ യോഗത്തിൽ ഉണ്ടായിരുന്നു. ഏതായാലും ശനിയാഴ്ചയാണ് സെക്രട്ടേറിയറ്റ് ചേർന്നത്. സെക്രട്ടേറിയറ്റിലും രൂക്ഷമായ വിമർശനം തന്നെയായിരുന്നു സംസ്ഥാന സർക്കാരിനെതിരെ ഉണ്ടായത്. പ്രത്യേകിച്ച് പിണറായി വിജയന്റെ ശൈലി മാറ്റമൊക്കെ ഇവർ ആവശ്യപ്പെടുന്നു. ഇത്തരത്തിലുള്ള സമീപനവുമായി തുടർന്നു പോയാൽ ബംഗാളും ത്രിപുരയും ആവർത്തിക്കാൻ ഇനി അധിക കാലം വേണ്ടിവരില്ല. എന്തായാലും ഈ ശൈലി മാറ്റം നിർബന്ധമാണ്. പ്രത്യേകിച്ച് ഈ നേതാക്കളുടെ പെരുമാറ്റ രീതിയൊക്കെ മാറ്റണം. ഭരണവിരുദ്ധ വികാരം ഉള്ളത് അത് തിരിച്ചറിയണം. അത് കാണാതെ പോയത് വലിയ തിരിച്ചടിയായി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ക്ഷേമ പെൻഷനും ഒക്കെ മുടങ്ങിയതും, അതുപോലെ തന്നെ വീടിന് ലൈസൻസ് തുക വർദ്ധിപ്പിച്ചതും വലിയ തിരിച്ചടിയായിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം എൻഡോസൾഫാൻ പ്രശ്നം കൈകാര്യം ചെയ്യാൻ സർക്കാർ യാതൊരു ശ്രമവും നടത്തിയില്ല. ഈ വോട്ടെടുപ്പ് ദിവസമൊക്കെ വലിയ തോതിലുള്ള പ്രക്ഷോഭമായിരുന്നു കാസർഗോഡ് ജില്ലയിൽ. അനിശ്ചിതകാല സമരമായിരുന്നു എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഇത് ഒത്തുതീർപ്പാക്കാനുള്ള ഒരു ശ്രമവും ഉണ്ടായില്ല. മറ്റൊരു
പ്രധാനപ്പെട്ട കാര്യം സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടില്ല, അത്തരത്തിലുള്ള പരിഹരിക്കപ്പെടുന്നതിലേക്കുള്ള കാര്യങ്ങളിലേക്ക് എത്തിയില്ല എന്നും ഒരു വിമർശനമുണ്ടായി. മറ്റ് ജില്ലകളിൽ ഉണ്ടായ ഒരു വിമർശനം തന്നെയാണ് ഈ സൈബർ സംഘത്തിനെതിരെ ഉണ്ടായത്. സൈബർ ഇടത്തിലുണ്ടായ പല വിമർശനങ്ങളും പാർട്ടിക്ക് തിരിച്ചടിച്ചു എന്ന ഒരു അഭിപ്രായം വന്നു. PR ഏജൻസിക്കായിരുന്നു ഈ കാസർഗോഡ് ജില്ലയിൽ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഏൽപ്പിച്ചത്. ഇതും ഫലപ്രദമായി നടന്നിട്ടില്ല എന്ന അംഗങ്ങൾ വിമർശിക്കുകയുണ്ടായി. വലിയ തുക നൽകിയാണ് ഇത്തരത്തിലുള്ള PR ഏജൻസിക്ക് പരസ്യ പ്രചരണത്തിന് നൽകിയത്. പക്ഷേ ഈ വോട്ടെടുപ്പിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് പ്രചരണ ബോർഡുകളൊക്കെ ജില്ലയിലെത്തിയെന്ന ഒരു വിമർശനമുണ്ടായി. എന്തായാലും ഈ ഭരണവിരുദ്ധ വികാരം ഇനിയും കാണാതെ പോയാൽ പാർട്ടി ബംഗാളിനും ത്രിപുരക്കും സമാനമാകും എന്ന ഒരു മുന്നറിയിപ്പും ഈ അംഗങ്ങൾ നൽകുന്നുണ്ട്. എന്തായാലും ഇന്നും വലിയ വിമർശനം ഉണ്ടാവും, പ്രത്യേകിച്ച് TP കേസിലെ പ്രതികളെ നമുക്കറിയാം. ബൈജു, കാസർഗോഡ് ഉണ്ണിത്താന്റെ വിജയം നേരത്തെ പറഞ്ഞതുപോലെ വലിയ അപ്രതീക്ഷിതമായ ഒരു ഭൂരിപക്ഷം, അതായത് കാസർഗോഡ് എന്ന് പറഞ്ഞ CPM-ന്റെ ശക്തി കേന്ദ്രത്തിൽ അവിടെ ജില്ലാ സെക്രട്ടറി മത്സരിച്ചിട്ട് പോലും വലിയ ഭൂരിപക്ഷം നേടാൻ ഉണ്ണിത്താന് കഴിഞ്ഞു. അതും പ്രാദേശികമായ കോൺഗ്രസിലെ എതിർപ്പുകൾ മറികടന്ന്. അപ്പോൾ സ്വാഭാവികമായും സംഭവിച്ചത് CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും വോട്ടുകൾ വല്ലാതെ മറിഞ്ഞു. ഈ ഉണ്ണിത്താനെതിരെ ഒരു വീഡിയോയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, അത് ശ്രദ്ധേയമാണ്. കാരണം മുസ്ലിം കേന്ദ്രങ്ങളിലൊക്കെ അത് നെഗറ്റീവായി പാർട്ടിയെ ബാധിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം എന്തായിരുന്നു? അത്തരം ചില പ്രചരണങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയെന്നും നമ്മൾ ഈ പല ജില്ലകളിലും യാത്ര ചെയ്യുമ്പോൾ CA അടക്കമുള്ള വിഷയങ്ങൾ ഒക്കെ വലിയ തോതിൽ CPM ഉയർത്തിക്കാട്ടി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ശ്രമിച്ചു, അത് പരാജയപ്പെട്ടു എന്നുമൊക്കെയാണല്ലോ പറഞ്ഞു വെക്കുന്നത്. ഈ അംഗങ്ങൾ പൂർണ്ണമായും ഈ പരാജയവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ഒന്നും പിന്തുണയ്ക്കുന്ന ഒരാൾ പോലും ഇല്ല എന്നാണോ? പൂർണ്ണമായും സർക്കാരിനും മുഖ്യമന്ത്രിക്കും പാർട്ടിക്കുമെതിരായി തിരിയുന്ന കാഴ്ചയാണോ ഇന്നലെ കണ്ടത്? തീർച്ചയായും ഭൂരിഭാഗം അംഗങ്ങളും സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം തന്നെയാണ് ഉന്നയിച്ചത്. ഇതിൽ രഞ്ജിത്ത് സൂചിപ്പിച്ച ഉണ്ണിത്താനെതിരെയുള്ള വീഡിയോ അത് നമ്മളടക്കം റിപ്പോർട്ട് ചെയ്തതാണ്. ഈ വീഡിയോയിൽ മാലിക് ദിനാർ എന്ന മുസ്ലിം വിഭാഗത്തിന്റെ വിശ്വാസമുള്ള ഒരു പള്ളിയിലേക്ക് ഉണ്ണിത്താൻ പോകുന്ന ഒരു രംഗമാണ് ചിത്രീകരിച്ചത്. ഇതിൽ കുറി മായ്ക്കുന്നതും അതുപോലെ തന്നെ മുണ്ട് മാറ്റിയെടുത്തതുമൊക്കെയുള്ള ദൃശ്യങ്ങളാണ് ചിത്രീകരിച്ച് ഇരിക്കുന്നത്. ഈ ദൃശ്യം വലിയ തോതിൽ വിവാദമായിരുന്നു. ഇത് ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ പേജിൽ ഇത് ഷെയർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ വലിയ തോതിലുള്ള വിമർശനം ഉയർന്നു വന്നതോടുകൂടി ഇത് പോസ്റ്റ് ഇയാൾ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ നീക്കം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. MLA ഉൾപ്പെടെയുള്ളവർ ഈ പോസ്റ്റ് ഷെയർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ദൃശ്യം വലിയ തിരിച്ചടിയായ പ്രത്യേകിച്ച് മുസ്ലിം കേന്ദ്രങ്ങളിൽ വോട്ട് കുറയാൻ ഇടയാക്കി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ന്യൂനപക്ഷ പ്രീണന നയം അത് വലിയ തോതിൽ നടന്ന ഒരു ജില്ലയാണ് കാസർഗോഡ്. മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് കൂടുതൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളുള്ള ഒരു ജില്ലയായതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള സമരം, നിരന്തരം രാത്രികാല ഇത്തരത്തിലുള്ള നൈറ്റ് മാർച്ച്, ഈ സ്ഥാനാർത്ഥി തന്നെ പങ്കെടുത്തുകൊണ്ടുള്ള നിരന്തരമായുള്ള നൈറ്റ് മാർച്ച്, അതും നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇതൊക്കെ വലിയ തോതിൽ ഈ പാർട്ടിയോട് അടുക്കുന്ന അല്ലെങ്കിൽ നിഷ്പക്ഷമായ വോട്ടുകൾ, പാർട്ടിക്ക് വരേണ്ട വോട്ടുകൾ ഇല്ലാതെ പോയി. അതാണ് ഉണ്ണിത്താന്റെ ഭൂരിപക്ഷം വലിയ തോതിൽ വർദ്ധിക്കാനിടയായത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഈ BJP വോട്ടുകളിൽ ഉണ്ടായ വർധനവ്. അതും ഏറ്റവും പ്രധാനം CPM ശക്തി കേന്ദ്രങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കയ്യൂർ, അതായത് സ്ഥാനാർത്ഥിയുടെ മണ്ഡലത്തിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ കൂടിയ മാത്രമല്ല കോൺഗ്രസിന്റെ വോട്ടും ഉണ്ണിത്താന്റെ വോട്ടും സ്ഥാനാർത്ഥിയുടെ മണ്ഡലത്തിൽ കൂടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതെല്ലാം പാർട്ടി ശക്തി കേന്ദ്രങ്ങളാണ്. ഏതെങ്കിലും തരത്തിൽ വോട്ട് ചോർച്ച ഒരു കാരണവശാലും ഉണ്ടാകാത്ത ഒരു സ്ഥലങ്ങളാണ്. ഇത്തരത്തിൽ ഉള്ള സ്ഥലങ്ങളിൽ ഉണ്ടായ വോട്ട് ചോർച്ച ഗൗരവമായി അന്വേഷിക്കണമെന്നാണ് ഈ വിമർശനം ഉണ്ടായത്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്ഷേമ പെൻഷനുകൾ വൈകിയത് എന്തായാലും ഈ കാസർഗോഡ് പോലത്തെ ജില്ലകളിൽ വലിയ തോതിൽ ബാധിച്ചു. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ഇത്തരത്തിലുള്ള പെൻഷൻ ഉൾപ്പെടെയുള്ളവ മുടങ്ങിയിട്ട് 13 മാസത്തിലേറെയായി. അതുപോലെ തന്നെ ക്ഷേത്ര ആചാരസ്ഥന്മാരുടെ പെൻഷൻ മുടങ്ങിയിട്ട് മാസങ്ങളായി. ഇത്തരത്തിൽ ക്ഷേമ പെൻഷനൊക്കെ മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും അത് പരിഹരിക്കാൻ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ തിരിച്ചടിക്ക് കാരണമായത്. അതാണ് ഈ ഉണ്ണിത്താന്റെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ 40,000-ൽ ഉണ്ടായിരുന്നത് ഇത്തവണ 1,00,000-ന് മുകളിലേക്ക് ഭൂരിപക്ഷം വർദ്ധിക്കാനിടയായി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ BJPക്കും വോട്ട് ഉയർത്താനായി. ഇതെല്ലാം CPM-ന് വരേണ്ട വോട്ടുകളാണ് ഇത്തരത്തിൽ ചോർച്ചയുണ്ടായത്. ഏതായാലും ബംഗാൾ ത്രിപുര പോലുള്ള ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ
ഇപ്പോഴെങ്കിലും ഇതിനുള്ള പരിഹാരം ഉണ്ടാകണം. പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരോടുള്ള പെരുമാറ്റമൊക്കെ മാറ്റാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ ശോഭിച്ച് സംസാരിക്കുന്നത് പൊതുജനങ്ങൾക്കിടയിൽ എന്ത് ചിത്രമാണ് നൽകുന്നത്, എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്ന വിമർശനവും ഉണ്ടായി. അത്തരത്തിൽ അതിരൂക്ഷമായ വിമർശനമാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ നിന്നുള്ള ഈ പ്രതിനിധികളാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള വിമർശനം ഉന്നയിച്ച്. പരത്തടിയിൽ നിന്നുള്ള സഖാവ് ഇത്തരത്തിൽ വലിയ വിമർശനം ഉന്നയിച്ചു. ഇതുപോലെ തന്നെ ഇന്നും ഇത്തരത്തിൽ വലിയ വിമർശനം ഉണ്ടാകും. EP ജയരാജന്റെ സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു ജാവേദ് അക്തർ EP ജയരാജൻ കൂടിക്കാഴ്ചയെ സംബന്ധിച്ചുള്ള ചർച്ച ഉയർന്നു വന്നത്. ഈ കൂടിക്കാഴ്ച സംഭവം വോട്ടെടുപ്പിന് തൊട്ട് മുൻപേ നടന്ന ഇത്തരത്തിലുള്ള ചർച്ചകളും ഇതിന് പിന്നാലെ ഈ EP ജയരാജന്റെ പ്രസ്താവനകൾ, അതായത് രാജീവ് ചന്ദ്രശേഖരനെ പുകഴ്ത്തിക്കൊണ്ടുള്ള പ്രസ്താവനകൾ, ഇതൊക്കെ വോട്ടർമാർക്കിടയിൽ വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കി എന്നാണ് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. എന്തായാലും ഇന്നും വലിയ വിമർശനം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. അതാണല്ലോ ബൈജു കാസർകോട്ടെ CPM-ലെ സാഹചര്യം. നമുക്ക് കോൺഗ്രസിലേക്ക് വന്നാൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ബൈജു, ഉണ്ണിത്താനെതിരെ ബാലകൃഷ്ണൻ പെരിയ അതിശക്തമായ വിമർശനം. ഉണ്ണിത്താനെതിരെ മാത്രമല്ല KPCC അധ്യക്ഷനെതിരെയും ആ വിമർശനം ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ബാലകൃഷ്ണൻ പെരിയ വലിയ വിമർശനവുമായി രംഗത്ത് വന്ന പശ്ചാത്തലം നമ്മൾ കണ്ടതാണ്. അത് എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? കാരണം കോൺഗ്രസിൽ ഒരു സമവായത്തുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? കൂടുതൽ പ്രാദേശിക നേതാക്കൾ ഈ ഉണ്ണിത്താനെതിരെയും ബാലകൃഷ്ണ പെരിയെ പിന്തുണച്ചുകൊണ്ട് വരുന്ന പശ്ചാത്തലം ഉണ്ടോ? അങ്ങനെ ഒരു സാഹചര്യമുണ്ടോ? അതോ ഈ ഉണ്ണിത്താൻ ഇപ്പോൾ ഡൽഹിയിലാണ്, പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയിരിക്കുകയാണ്, ഉണ്ണിത്താനാണോ പിന്തുണ വർദ്ധിക്കുന്നത്? എന്താണ് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇപ്പോൾ ഈ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ബാലകൃഷ്ണൻ പെരിയയ്ക്ക് ഇത്തരത്തിലുള്ള അനുകൂലമായ സാഹചര്യം ഉണ്ടാകുന്നു എന്നാണ്. ഏതായാലും വൈകാതെ തന്നെ ഈ ആഴ്ച തന്നെ ഇവർ ഒരു വലിയ തോതിലുള്ള കൺവെൻഷൻ വിളിച്ചേർക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതിൽ ജില്ലയിലെ പ്രമുഖരായ നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുക്കുമെന്ന് ബാലകൃഷ്ണൻ വിഭാഗം അവകാശപ്പെടുന്നു. കഴിഞ്ഞ ദിവസമാണ് ബാലകൃഷ്ണനെ അനുകൂലിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് പ്രതിഷേധ പ്രകടനം നടത്തിയത്. പന്തം കൊളുത്തി പ്രകടനമായിരുന്നു രാത്രികാലങ്ങളിൽ നടന്നത്. ഇന്നലെ ഉദുമ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ബാലകൃഷ്ണനെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രകടനം സംഘടിപ്പിച്ചിരുന്നു. എന്തായാലും ഫ്ലക്സ് ബോർഡുകളൊക്കെ ഉയർന്നിരുന്നു ബാലകൃഷ്ണനെ അനുകൂലിച്ചുകൊണ്ട്. ഏതായാലും ഈ കാര്യത്തിൽ ഉണ്ണിത്താൻ യാതൊരു തരത്തിലുള്ള അയവനും ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഉണ്ണിത്താന്റെ ഇത്തരത്തിലുള്ള നിർബന്ധമാണ് ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ തന്നെ പുറത്താക്കാൻ ഇടയാക്കിയത്. ഏതായാലും ഈ കാര്യത്തിൽ ഒരു സമവായ ചർച്ച നടക്കുന്നതായി നമുക്ക് സൂചനകൾ ലഭിച്ചിട്ടില്ല. അതിനുമപ്പുറം കൂടുതൽ ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെയുള്ളവർ കൂടുതലായി ഇത്തരത്തിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ബാലകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരുപാട് നേതാക്കൾ, അതായത് നേരത്തെ രാജ്മോഹൻ ഉണ്ണിത്താനോട് അതൃപ്തിയുള്ളവരും ബാലകൃഷ്ണൻ പെരിയ അനുകൂലിക്കുന്നവരും, നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്, രാജൻ പെരിയ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ കോൺഗ്രസിന് ചെയ്ത സംഭാവനകൾ, പ്രത്യേകിച്ച് കല്യോട്ട് കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഈ കാര്യത്തിൽ നിരവധി കേസുകൾ ഇവർക്കുണ്ട്. ഇവർ സഹോദരങ്ങളാണ്, ബാലകൃഷ്ണൻ പെരിയും രാജൻ പെരിയും. രാജൻ പെരിയ നേരത്തെ മുൻ മണ്ഡലം പ്രസിഡന്റാണ് കോൺഗ്രസിന്റെ പെരിയ. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പാർട്ടിക്ക് ഇത്തരത്തിലുള്ള അണികളായി ശക്തമായ അണികളെ കൊണ്ടുവരുന്ന നേതാക്കളെയാണ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നത്. അതും പ്രത്യേകിച്ച് രാജ്മോഹൻ ഉണ്ണിത്താനുമായുള്ള ഒരു ഇത്തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇവർ തമ്മിലുണ്ടായ ഒരു പ്രശ്നമാണ് ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് എത്തിയത്. ഇതിൽ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികളാണ് പലരും പ്രതീക്ഷിച്ചെങ്കിലും ഈ പുറത്താക്കൽ നടപടി ഞെട്ടിച്ചിട്ടുണ്ട്. DCC പ്രസിഡന്റ് ഉൾപ്പെടെ ഈ പുറത്താക്കൽ നടപടിയെ സ്വാഗതം ചെയ്യുമ്പോഴും വലിയ വിഭാഗം പ്രവർത്തകർ ബാലകൃഷ്ണൻ പെരിയെ അനുകൂലിക്കുന്നു. ഇത്തരത്തിൽ പുറത്താക്കൽ നടപടി വേണ്ടായിരുന്നു എന്ന ഒരു കാര്യമാണ് ഇവരെല്ലാം പറയുന്നത്. ഏതായാലും ബാലകൃഷ്ണൻ പെരിയ സംഘടിപ്പിക്കുന്ന ബാലകൃഷ്ണൻ പെരിയ പക്ഷം സംഘടിപ്പിക്കുന്ന കൺവെൻഷൻ വലിയ കൺവെൻഷൻ ആയിരിക്കുമെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. നിരവധി നേതാക്കൾ ഈ കൺവെൻഷനിൽ പങ്കെടുക്കും. എന്തായാലും കോൺഗ്രസിനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന ഒരു പ്രസ്താവന തന്നെയാണ് ഇപ്പോഴും ഇവരുടെ ഭാഗത്തുണ്ടായത്. ഏതെങ്കിലും മറ്റു പാർട്ടികളിൽ നിന്നും നിരവധി പാർട്ടികളിൽ നിന്ന് ക്ഷണം വരുന്നുണ്ട്. അതായത് പ്രത്യേകിച്ച് BJP-യിൽ നിന്നാണ് ഇവർക്ക് ക്ഷണം വരുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഇവരുമായി ചർച്ച നടത്തി. പക്ഷെ തൽക്കാലം ഇപ്പോൾ ഈ കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെ
നിൽക്കും എന്ന ഒരു നിലപാടിലാണ് ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെയുള്ളവർ ഉള്ളത്. ഏതായാലും ബാലകൃഷ്ണൻ പെരിയക്ക് അനുകൂലിച്ച് നിരവധി പേർ ഇത്തരത്തിൽ കോൺഗ്രസിൽ നിന്നും ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട് എന്നത് തന്നെയാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദന ഉണ്ടാക്കുന്നത്. വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിന്റെ മറ്റ് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളുടെ ഭിന്നത കൂടുതൽ മറന്നേക്ക് പുറത്തു വരാനുള്ള ഒരു സാധ്യതയുണ്ട്. വലിയ പൊട്ടിത്തെറിയിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. പലരും ഇപ്പോൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ, ജില്ലയിലെ മുതിർന്ന നേതാക്കൾ ഇപ്പോൾ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് ആയാലും പുറത്ത് അധികം വരാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഇവരൊക്കെ അതൃപ്തരായവരൊക്കെ ബാലകൃഷ്ണൻ പെരിയ പക്ഷത്തിനൊപ്പം ചേരാനാണ് സാധ്യത. പക്ഷേ എന്താണ് ഇവരുടെ മറ്റ് ഭാവി നിലപാട് എന്ന കാര്യത്തിൽ ഇതുവരെ ഇവർ മനസ്സ് തുറന്നിട്ടില്ല. തൽക്കാലം കോൺഗ്രസിന് ക്ഷീണമുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് രാജൻ പെരിയ ഉൾപ്പെടെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇവരുടെ മറ്റ് പരിപാടികൾ ഈ കൺവെൻഷനിൽ ശേഷമായിരിക്കും വ്യക്തമാക്കുക. എന്തായാലും ബാലകൃഷ്ണൻ പെരിയയെ അനുകൂലിച്ചുകൊണ്ട് ഇത്തരത്തിൽ പോസ്റ്ററുകളും ഒപ്പം ഈ പ്രതിഷേധ പ്രകടനങ്ങളും ഇപ്പോഴും ജില്ലയിൽ തുടരുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. രഞ്ജിത്ത്, ഏതായാലും അതാണ് സാഹചര്യം. കാസർഗോട്ട് CPM-ലും കോൺഗ്രസിലും കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്നുള്ളതാണ്. വിശദമായ റിപ്പോർട്ട് നൽകുകയായിരുന്നു ബൈജു. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകണം. ഭരണവിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന CPM തൃശൂർ ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം. ജില്ലാ റിവ്യൂ റിപ്പോർട്ടിന്മേൽ നടന്ന ചർച്ചയിലാണ് വിമർശനമുണ്ടായത്. സർക്കാർ ആശുപത്രികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും സപ്ലൈകോ പ്രതിസന്ധിയും ക്ഷേമ പെൻഷൻ മുടങ്ങിയതും സർക്കാരിനെതിരെ വലിയ വികാരമുണ്ടാക്കി എന്നാണ് തൃശൂർ ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായ വിമർശനം എന്നാണ് മനസ്സിലാകുന്നത്. CPI-ക്കെതിരെയും വിമർശനം ഉയർന്നു എന്നുള്ള വിവരവും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. CPI തെറ്റുകൾ മറയ്ക്കാൻ വേണ്ടി CPM-നെ പലപ്പോഴും പഴിചാരുന്നു എന്ന ഗൗരവതരമായ വിമർശനമാണ് ഉണ്ടായത്. ഒപ്പം CPI-യുടെ ഒരു മന്ത്രിയും സ്ഥാനാർത്ഥിയും തമ്മിലുള്ള മാനസിക ഐക്യമില്ലായ്മ അടക്കം പരാജയത്തെ ബാധിച്ചതായും ആരോപണം ഉയർന്നു. അത് ഗൗരവതരമായ ഒരു ആരോപണമാണ്. നമുക്കറിയാം, തൃശ്ശൂരിൽ CPI സ്ഥാനാർത്ഥി സുനിൽകുമാർ പരാജയപ്പെട്ടത് വലിയ ചർച്ചയായിരുന്നു. അവിടെ BJP ജയിച്ചു എന്നുള്ളതാണ് രണ്ട് പാർട്ടികൾക്കും, രണ്ട് പ്രധാനപ്പെട്ട CPI-ക്കും CPM-നും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായത്. അവിടെയാണ് ഇത്തരം വിമർശനങ്ങൾ ഉയരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. CPI-ക്കെതിരെ CPM ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉയരുന്നുണ്ട്. ഒപ്പമാണ് CPM ഭരണവിരുദ്ധ വികാരമടക്കമുള്ള കാര്യങ്ങൾ തൃശൂർ ജില്ലാ കമ്മിറ്റിയിലും ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളതും. തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് CPM-ൽ നിന്നടക്കം വിമർശനം ഉയർന്നുവെങ്കിലും മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ് കേരള കോൺഗ്രസ് എം സ്വീകരിക്കുന്നത്. പരാജയത്തിൽ മുഖ്യമന്ത്രിയെ മാത്രം പഴിചാരുന്നത് തെറ്റാണെന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം വിലയിരുത്തി. CPM-ന് രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിക്ക് നൽകിയതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിക്ക് അനുകൂലമായ വിലയിരുത്തൽ. എന്തായാലും കൗതുകം നിറഞ്ഞ രാഷ്ട്രീയ വിലയിരുത്തലുകളാണ് ഇന്നലെ ചേർന്ന സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ കേരള കോൺഗ്രസ് എമ്മിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. സംസ്ഥാനത്തൊട്ടാകെ CPM-ന്റെ വിവിധ ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും സംസ്ഥാന കമ്മിറ്റി യോഗത്തിലുമൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ശൈലി ഇതടക്കമുള്ള കാര്യങ്ങളിൽ വലിയ വിമർശനം ഉന്നയിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയെ മാത്രം പഴിചാരുന്നത് ശരിയല്ല എന്ന നിലപാടുമായി കേരള കോൺഗ്രസ് എം രംഗത്ത് വന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. പ്രത്യേകിച്ച് നമുക്കറിയാം, രാജ്യസഭാ സീറ്റ് CPM-ന്റെ രാജ്യസഭാ സീറ്റ് ഇത്തവണ കേരള കോൺഗ്രസ് എമ്മിന് കൊടുക്കുക, അതായത് മുൻകാലങ്ങളിലൊന്നും അങ്ങനെ സമീപകാല രാഷ്ട്രീയത്തിലൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരു വിട്ടുവീഴ്ച CPM നൽകുന്നു. ജോസ് കെ മാണിക്ക് ആ സീറ്റ് നൽകുന്നു. ഫലത്തിൽ അതിനൊരു ഉപകാര സ്മരണ എന്ന നിലയിൽ തന്നെയാണ് ഫലത്തിൽ CPM നേതാക്കളിൽ നിന്ന് തന്നെ വിമർശനം ഉയർന്നു വരുമ്പോൾ മുഖ്യമന്ത്രി വിമർശിക്കുന്നത് ശരിയല്ല എന്ന നിലപാടുമായി ജോസ് കെ മാണി രംഗത്ത് വരുന്നത് എന്നതാണ് ഏറ്റവും കൗതുകകരമായിട്ടുള്ളത്. എന്തായാലും ഈ യോഗത്തിൽ തന്നെയാണ് രാജ്യസഭാ സീറ്റ് നേടിയ ജോസ് കെ മാണിയെ അഭിനന്ദിക്കുന്ന പരിപാടികളും മറ്റും ഉണ്ടാകുകയും ചെയ്തിരുന്നു. ഫലത്തിൽ CPI അടക്കം പല മുൻഗണനാ ക്രമങ്ങളും സർക്കാരിന് വേണമെന്ന അഭിപ്രായം നേരത്തെ പങ്കുവച്ചിരുന്നു. അതേ അഭിപ്രായം കേരള കോൺഗ്രസ് എമ്മും വെക്കുന്നുണ്ട്. പക്ഷേ CPI വിമർശിച്ചതുപോലെ അല്ലെങ്കിൽ CPM-ലെ പല നേതാക്കളും വിമർശിച്ചതുപോലെ മുഖ്യമന്ത്രിയെ വിമർശിക്കേണ്ട എന്ന നിലപാടിലേക്കാണ് കേരള കോൺഗ്രസ് എം എത്തിയിരിക്കുന്നത് എന്നതാണ് ഇതിൽ കൗതുകം നിറഞ്ഞ ഒരു രാഷ്ട്രീയം. ഇടവേള.
സാഹചര്യമുണ്ടായി. ഈ ചവിട്ടിന്റെ ആഘാതത്തിൽ ടയർ തെന്നി ബസ് തിരിഞ്ഞു പോവുകയും നേരെ ബാക്ക് വശമാണ് ഈ ഫ്രണ്ടിൽ നിന്ന് ജിജോയുടെ മുകളിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും 20-25 മിനിറ്റോളം അദ്ദേഹം ആ വാഹനത്തിനടിയിൽ കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ടൺ കണക്കിന് ഭാരമുള്ള ഒരു വാഹനം ശരീരത്തിൽപ്പെട്ടാൽ ആ ഒരു അവസ്ഥയിൽ അദ്ദേഹം ആദ്യഘട്ടത്തിലൊക്കെ ചലനമുണ്ടായിരുന്നു. പിന്നീട് 20 മിനിറ്റോളം എടുത്തിട്ടാണ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയത്. എന്തായാലും നമുക്ക് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വന്ന ശേഷം മാത്രമേ ഏത് തരത്തിലാണ് അപകടമുണ്ടായത് എന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും അപകടത്തിൽപ്പെട്ടത് അല്ലെങ്കിൽ അപകടത്തിൽ മരിച്ച ആൾ ഈ ബസിന്റെ യാത്രയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളെന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ വാർത്ത. എന്തായാലും ഈ ബസ് അപകടത്തിൽപ്പെട്ട രീതി അനുസരിച്ചും അതല്ലെങ്കിൽ ബസ്സിന് പറ്റിയിരിക്കുന്ന കേടുപാടുകൾ നോക്കിയാലും അതിദാരുണമായ ഒരു അപകടവും അത്രയേറെ കലാമിറ്റിയും ഉണ്ടാകേണ്ടുന്ന ഒരു സാഹചര്യത്തിൽ ഒരാളുടെ മരണത്തിൽ അത് എന്ന് ഈ ഒരാൾ മരിച്ചത് അങ്ങേയറ്റം ദുഃഖകരമാണ്. അങ്ങേയറ്റം ദാരുണമായ അവസ്ഥയിലാണ് അദ്ദേഹം മരിച്ചത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരാളുടെ മരണത്തിൽ അത് ചുരുങ്ങിയല്ലോ എന്ന് ആശ്വസിക്കുന്ന ഒരു സാഹചര്യമാണ് ഇതിന്റെ അപകട നില കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകുന്നത്. കാരണം അത്ര വലിയൊരു അപകടമായിരുന്നു, അത്രയേറെ ദുരന്തങ്ങൾ ഉണ്ടാകാവുന്ന, അത്രയേറെ ആളുകൾക്ക് അത്രയേറെ മരണം സംഭവിക്കാവുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്തായാലും 12 പേര് അത്ര ഗുരുതരമല്ലാത്ത പരിക്കുകളോടെയാണ് ഇപ്പോൾ ആശുപത്രിയിലുള്ളത്. അതൊക്കെ ബസ് യാത്രികരാണ്. 32 പേരായിരുന്നു ബസ്സിലുണ്ടായിരുന്നത്. 3 സീറ്റ് മാത്രമാണ് ഒഴിഞ്ഞു കിട്ടുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് സംഭവിച്ചത്? എന്തായാലും അപകടമുണ്ടായത് ബസിന്റെ ഭാഗത്തു നിന്നുണ്ടായ പെട്ടെന്ന് ഇതിൽ എന്താണ് സംഭവിച്ചതെന്ന് അവർക്കും അറിയില്ല. പെട്ടെന്ന് കോഴിക്കോട് നഗരം ഇനി സാഹിത്യ നഗരമാകും. ഭാരതത്തിലെ ആദ്യ സാഹിത്യ നഗരമായി തെരഞ്ഞെടുത്തതിന്റെ പ്രഖ്യാപനം മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെടുത്തിയുള്ള വിവാദങ്ങൾക്ക് പിന്നാലെ സാഹിത്യകാരൻ MT വാസുദേവൻ നായർ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നത് ശ്രദ്ധേയമായി. ലോകത്തിലെ 53 സാഹിത്യ നഗരങ്ങളുടെ പട്ടികയിലേക്കാണ് കോഴിക്കോടും ഇടം പിടിച്ചിരിക്കുന്നത്. ഏഷ്യയിൽ നിന്നുള്ള 10 നഗരങ്ങളാണ് യുനെസ്കോ പട്ടികയിൽ പുതുതായി പേരെഴുതി ചേർത്തത്. പട്ടികയിലെ ഏക ഇന്ത്യൻ നഗരം കോഴിക്കോടാണ്. മന്ത്രി എം പി രാജേഷ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി. കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷനെ ഇന്ത്യയിൽ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ തിരഞ്ഞെടുത്തതിന്റെ പ്രഖ്യാപനം വളരെ വളരെ സന്തോഷത്തോടെ ഞാൻ നടത്തുകയാണ്. ഇത് കോഴിക്കോടിന് മാത്രമല്ല കേരളത്തിനും ഇന്ത്യക്കും തന്നെ അഭിമാനമാകുന്ന ഒരു നിമിഷമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരം എന്ന പദവിയാണ് യുനെസ്കോ കോഴിക്കോടിന് നൽകിയിട്ടുള്ളത്. ഈ പദവി അതിനർഹമാക്കുന്ന കോഴിക്കോടിനെ അർഹമാക്കുന്ന ഒട്ടേറെ ഘടകങ്ങളുണ്ട്. എന്നാൽ അതുകൊണ്ട് മാത്രം സ്വാഭാവികമായി വന്നു ചേരുന്ന ഒന്നല്ല. ഈ പദവി കൈവരിക്കുന്നതിന് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ മികച്ച ഗൃഹപാഠമുണ്ട്, നല്ല മുന്നൊരുക്കമുണ്ട്. അതിന്റെ കൂടി ഫലമായിട്ടാണ് ഈ പദവി കോർപ്പറേഷന് കോഴിക്കോട് നഗരത്തിന് ലഭിച്ചിട്ടുള്ളത്. ചടങ്ങിൽ നിന്ന് സാഹിത്യകാരൻ MT വാസുദേവൻ നായർ വിട്ടുനിന്നത് ശ്രദ്ധേയമായി. ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രി ഒഴിവായത് MT പങ്കെടുക്കുന്നുകൊണ്ടാണെന്ന് UDF ആരോപിച്ചിരുന്നു. കോർപ്പറേഷന്റെ വജ്ര ജൂബിലി പുരസ്കാരം MTയുടെ വീട്ടിലെത്തി മന്ത്രിയും സംഘാടകരും പിന്നീട് സമ്മാനിച്ചു. സാഹിത്യ നഗരത്തിന്റെ ലോഗോ പ്രകാശനവും വെബ്സൈറ്റ് ഉദ്ഘാടനവും മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. സാഹിത്യ നഗര കേന്ദ്രത്തിന്റെ പ്രഖ്യാപനം നടത്തിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. മേയർ ബീന ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങുമായി ബന്ധപ്പെട്ട് UDF നടത്തുന്നത് കുപ്രചാരണമാണെന്ന് മന്ത്രി MP രാജേഷ് കുറ്റപ്പെടുത്തി. ഇത്തരം കുപ്രചാരണങ്ങൾക്ക് MTയെ കരുവാക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. UDFന് എന്തും പറയാമല്ലോ. എനിക്ക് അവരോട് പറയാനുള്ളത്, ദയവായി MTയെ പോലെ നമ്മളെല്ലാവരും ആദരിക്കുന്ന ഒരാളെ മുൻനിർത്തി സങ്കുചിത രാഷ്ട്രീയം കളിക്കരുത് എന്നുള്ളതാണ്. അതിനവർക്ക് വേണ്ടത്ര അവസരങ്ങൾ അവർ പ്രയോഗിക്കുന്നുണ്ടല്ലോ.
അവരുടെ കുപ്രചരണങ്ങൾക്കും കുതന്ത്രങ്ങൾക്കൊക്കെ. ദയവ് ചെയ്ത് MTA അതിന് കരുവാക്കാതിരിക്കാനുള്ള മര്യാദയെങ്കിലും കേരളം പ്രതീക്ഷിക്കുന്നുണ്ട് UDF-ൽ നിന്ന്. കോർപ്പറേഷൻ ഭരണസമിതിയുടെ പിടിപ്പുകേട് മൂലം ചടങ്ങിന്റെ നിറം മങ്ങിയെന്നാരോപിച്ച് UDF കൌൺസിലർമാർ സദസ്സിലിരുന്നെങ്കിലും വേദി ബഹിഷ്കരിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. കൊച്ചി മാടവനയിൽ ബൈക്ക് യാത്രികന്റെ മരണത്തിനിടയാക്കിയ അപകടത്തിന് കാരണം കല്ലട ബസിന്റെ അമിതവേഗം എന്ന റിപ്പോർട്ട് പുറത്തുവന്നു. അപകടത്തെ തുടർന്ന് ബസ് ഡ്രൈവർ തെങ്കാശി സ്വദേശി പാൽപ്പാണ്ടിക്കെതിരെ പോലീസ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കേസെടുത്തു. അപകടത്തിൽ മരിച്ച വാഗമൺ ഉളുപ്പുണ്ണി സ്വദേശി ജിജോ സെബാസ്റ്റ്യന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ആജ്ഞ വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ആജ്ഞ, വലിയ ഒരു ദുരന്തമാണ് ഇന്നലെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒഴിവായത്. നമ്മൾ ഇന്നലെ ആ വാർത്ത വിശദമായി റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷെ അപ്പോഴും ഒരു മരണം സംഭവിച്ചു. ആ നഷ്ടം നികത്താനാവുന്ന ഒന്നല്ല. ഇപ്പോൾ അമിത വേഗത്തിലേക്കാണോ കണ്ടെത്തലെത്തിയിരിക്കുന്നത്? അതെ രഞ്ജിത്ത്, അമിത വേഗത്തിലാണ് വണ്ടി ഓടിച്ചിരുന്നതെന്ന് തന്നെയാണ് കണ്ടെത്തിയത്. അത് അവിടുത്തെ CCTV ദൃശ്യങ്ങളും അതുപോലെ തന്നെ നാട്ടുകാരുടെ ദൃക്സാക്ഷികളുടെ മൊഴിയും അടിസ്ഥാനത്തിലാണ് പോലീസ് അങ്ങനെ ഒരു കൺക്ലൂഷനിൽ എത്തിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അമിത വേഗത്തിൽ വണ്ടി ഓടിച്ചത്, അതായത് അമിത വേഗത്തിൽ വണ്ടി ഓടിക്കുന്നത് മരണമുണ്ടാകുമെന്ന ഉറപ്പോടുകൂടിയാണ് എന്ന ഒരു നിരീക്ഷണത്തിലാണ് പോലീസ് എത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഈ ബസ് മറിഞ്ഞ് ബൈക്ക് യാത്രികൻ മരിക്കാനുണ്ടായ സാഹചര്യം, ആ റെഡ് സിഗ്നൽ കണ്ടപ്പോൾ പെട്ടെന്ന് ചവിട്ടി നിർത്താൻ ഉള്ള ശ്രമത്തിനിടെയാണ് ബസിന്റെ ടയർ സ്ലിപ്പാകുന്നതും അത് ബസ് തിരിഞ്ഞു പോകുന്നതും. അതായത് പുറകുവശമാണ് മുന്നിലേക്ക് പെട്ടെന്ന് റൗണ്ടായി തിരിഞ്ഞ് മുന്നിലേക്ക് വന്നത്. ആ ഒരു ആഘാതത്തിലാണ് ബസ് മറിഞ്ഞത് നേരെ സിഗ്നലിൽ കാത്തു നിന്നിരുന്ന ബൈക്ക് യാത്രികനായിരുന്ന ഇടുക്കി വാഗമൺ സ്വദേശി ജിജോ സെബാസ്റ്റ്യന്റെ മുകളിലേക്കാണ്. അങ്ങനെയാണ് ജിജോ സെബാസ്റ്റ്യൻ ബസിനടിയിൽ പെടുന്നതും പിന്നീട് 20ഓളം മിനിറ്റുകൾ അതിനടിയിൽ കിടക്കുന്ന സാഹചര്യം ഉണ്ടായതും അദ്ദേഹത്തിന് രക്ഷാപ്രവർത്തനത്തിനൊന്നും അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കാനായില്ല എന്നൊരു ദുഃഖകരമായ അവസ്ഥയിലേക്ക് എത്തുന്നതും. പക്ഷേ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരൊക്കെ സുരക്ഷിതരാണ്. പരിക്കുകൾ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ അത്ര സാരമായ പരിക്കുകളായിരുന്നില്ല. 13 പേരെ 13 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. മൊത്തം 14 പേരായിരുന്നു. ഒന്ന് ജിജോ സെബാസ്റ്റ്യനാണ്. ബാക്കി ഇന്നലെ 6 പേരെ ഇന്നലെ തന്നെ ഡിസ്ചാർജ് ചെയ്യുന്ന സാഹചര്യമുണ്ട്. ബാക്കിയുള്ളവരുടെ കാര്യം ഇന്ന് അറിയാനിരിക്കുന്നതേയുള്ളൂ. എന്നിരുന്നാൽ പോലും വലിയ സാരമായ പരിക്കുകളൊന്നും ആർക്കുമില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ മരിച്ച ജിജോ സെബാസ്റ്റ്യന്റെ മൃതദേഹം അദ്ദേഹം ജോലി ചെയ്തിരുന്ന ഒരു ടെക്സ്റ്റൈൽ ഷോപ്പുണ്ട്, അവിടെ ഇന്ന് പൊതുദർശനത്തിന് വെക്കും. അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം ഇനി നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. അതിനുശേഷം പൊതുദർശനത്തിന് വെച്ച ശേഷം ചൊവ്വാഴ്ച സംസ്കരിക്കുമെന്നാണ് അറിയുന്നത്. എന്തായാലും ബസ് ഡ്രൈവർ പാൽപ്പാണ്ടി തെങ്കാശി സ്വദേശിയാണ്. പാൽപ്പാണ്ടിക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് പോലീസ് കേസെടുത്തത്. അതുപോലെ അമിത വേഗത്തിൽ ബസ് ഓടിക്കൽ ഉൾപ്പെടെയുള്ള കേസുകളും ചുമത്തിയിട്ടുണ്ട്. രഞ്ജിത്ത്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇന്നലെയാണ് എറണാകുളത്തെ നടുക്കിയ ഈ വാഹനാപകടമുണ്ടായത്. കല്ലട ബസ്സാണ്, അതായത് ബാംഗ്ലൂരിൽ നിന്ന് വർക്കലയിലേക്ക് വരുന്ന കല്ലട ബസ്സാണ് ഇന്നലെ ഏതാണ്ട് 11 മണിയോടുകൂടി 10:30 മണിക്ക് ശേഷം ഇത്തരത്തിൽ സിഗ്നലിൽ ഇടിച്ച് മറിയുന്ന പശ്ചാത്തലമുണ്ടായത്. ബൈക്ക് യാത്രക്കാരൻ്റെ മുകളിലേക്കാണ് ഈ ബസ് വീണത്. അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുകയും ചെയ്തു. ഇടുക്കി സ്വദേശിയാണ്. ഇന്ന് പോസ്റ്റ്മോർട്ടം നടക്കും. പാലക്കാട് കരിമ്പനയിൽ ഗർഭിണിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ ഭർത്താവ് നിഖിലിനെ പാലക്കാട് എത്തിച്ചു. ഭാര്യ സജിതയെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം നിഖിൽ 2 കുട്ടികളെയും കൊണ്ട് സേലത്തേക്ക് ഒളിച്ചു കിടക്കുകയായിരുന്നു. സേലത്ത് വെച്ചാണ് അറസ്റ്റിലാകുന്നത്. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വിനേഷ് കുമാർ ഉണ്ട്. വിനേഷ്, വിശദാംശങ്ങൾ. വിനേഷ്, കേൾക്കാമോ? പാലക്കാട്ട് ആണ് ഈ ദാരുണമായ സംഭവമുണ്ടത്. പാലക്കാട് കരിമ്പ എന്ന സ്ഥലത്താണ് ഗർഭിണിയെ ഭർത്താവ് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം ഈ 2 കുട്ടികളെയും കൊണ്ട് ഇയാൾ പുറത്തേക്ക് തമിഴ്നാട്ടിലേക്ക് കടന്നു. അവിടെ എത്തിയാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സേലത്ത് വെച്ചാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. ഇദ്ദേഹം അതിനുശേഷം ഇദ്ദേഹത്തെ ഇപ്പോൾ കേരളത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത്. വിനേഷ് കുമാർ നമ്മോടൊപ്പം അല്പസമയത്തിനകം ചേരുമെന്ന് കരുതുന്നു. സേലത്ത് വെച്ച് അറസ്റ്റിലാകുന്നു. ഇന്ന് കോടതിയിൽ പ്രതിയെ ഹാജരാക്കും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നുണ്ട്.
ഇടവേളയിലേക്ക്. ബാക്കി സ്ത്രീകളെല്ലാം പുരുഷന്മാരെയൊക്കെ നമ്മൾ ഒരു 9:45 ആ ടൈം ക്രൈം വന്ന് പൊക്കിയിട്ടാണ് എടുക്കാൻ പറ്റിയത്. ടൈം ഓർക്കുന്നില്ല, കാരണം കുറച്ച് അധികം നേരം പുള്ളി അവിടെ കിടന്ന്, കാരണം ട്രെയിൻ ഓടി വരുന്നല്ല, ക്രൈം വന്നു കഴിഞ്ഞാലേ എടുക്കാൻ പറ്റുള്ളൂ. ആ ഒരു അവസ്ഥയിലാണ് പുള്ളി കുറച്ചു നേരം അവിടെ കിടന്നത്. 1 മണിക്കൂറോളം കിടന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. പുള്ളി ആദ്യം കൈയൊക്കെ ഒന്ന് അനക്കായിരുന്നു, അതിന്റെ അടിയിൽ കിടന്ന് നമ്മൾ നോക്കുമ്പോൾ, പക്ഷെ നമ്മൾക്ക് പൊക്കാൻ പറ്റില്ലത്. ആ ഒരു അവസ്ഥയാണ്. ആദ്യം തന്നെ ഈ NH ചെയ്യേണ്ടത് ഈ റോഡ്, ഈ ടാർ മാറ്റിയിട്ട് മര്യാദക്ക് ടാർ ചെയ്യണം. അത് കാരണം ഇവർ ഈ കുമ്പളം ടോള് വെച്ചിട്ട് നമ്മളോട് പിന്നെ ടോളുകൾ വാങ്ങിക്കുന്നുണ്ട്. ഈ ടോളുകൾ വാങ്ങിക്കുന്നത് എന്തിനാണ്? ഇവിടുത്തെ ആളുകൾക്ക് പൊതുജനത്തിന് സൗകര്യപ്പെടുത്താനല്ലേ, അതിനുവേണ്ടിയല്ലേ. ഇവിടെ ഒരൊറ്റ ലൈറ്റ് പോലും തെളിയണില്ല. അത് ഇവിടുത്തെ പഞ്ചായത്തിന്റെ കുഴപ്പമാണ്. ഒരൊറ്റ സ്ട്രീറ്റ് ലൈറ്റ് തെളിയണില്ല ഇവിടെ. രാത്രി കാലങ്ങളായി കഴിഞ്ഞാൽ ഇത് രാത്രിയാണ് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യനുണ്ടാവില്ല ഇവിടെ. ഇരുട്ടാൻ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതേപോലെ ഇതിനു മുമ്പ് ഒരു ദിവസം ഒരു KSRTC ഇടിച്ചിട്ട് ഇതേപോലെ ആരും ഇല്ലായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും? കാരണം ഒരു വെട്ടം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും കാണാൻ പറ്റും. ഇത് അതുപോലെ ഇപ്പൊ തെക്കോട്ട് പോകുന്ന വണ്ടിയാണ്, വടക്കോട്ട് പോകുന്ന വണ്ടികളാണെങ്കിലും സിഗ്നല് നോക്കാറില്ല ഇവര്. സിഗ്നല് റെഡാണേലും അടിച്ച് കത്തിച്ചങ്ങോട്ട് പോണേ. ഓവർ സ്പീഡ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഒരു മീഡിയം സ്പീഡ് ഉണ്ട്. അതിലേറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് ഈ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തമിഴ്നാട് സ്വദേശി പാൽപാണ്ടിയാണ് അറസ്റ്റിലായത്. നേരത്തെ അപകടം നടന്ന സമയത്ത് ഇദ്ദേഹം ആശുപത്രിയിൽ പരിക്കേറ്റവരുടെ ഒപ്പം ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് കരുതിയിരുന്നത്. എന്നാൽ അദ്ദേഹം ഓടി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഡ്രൈവറെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. തമിഴ്നാട് സ്വദേശി പാൽപാണ്ടിയാണ്. ഈ കല്ലട ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഇത് ഓൾറെഡി ബസ് റണ്ണിംഗ് ടൈം താമസിച്ച് തന്നെയായിരുന്നു എത്തിയിരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അമിത വേഗത്തിൽ തന്നെ ആയിരിക്കാമെന്നാണ് അപകടത്തിന്റെ സാധ്യതകളൊക്കെ മനസ്സിലാക്കുമ്പോൾ, വീഴ്ചയുടെ സാധ്യതകളൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ആദ്യഘട്ടത്തിൽ നമുക്ക് വിലയിരുത്താനാവുക. ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് ഏത് തരത്തിൽ അപകടം സംഭവിച്ചു, ഡ്രൈവർ ഉറങ്ങിപ്പോയിട്ടാണോ, ഡ്രൈവറുടെ അശ്രദ്ധയാണോ, അല്ലെങ്കിൽ ടയറിനോ മറ്റെന്തെങ്കിലും സാങ്കേതികമായ പിഴവുകളുണ്ടോ എന്നുള്ള കാര്യമൊക്കെ പരിശോധനയ്ക്ക് ശേഷമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കണമെന്ന് MVD നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. എറണാകുളം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ AR രാജേഷ് നമ്മളോട് പ്രതികരിക്കുകയുണ്ടായി. ഏതായാലും പ്രാഥമിക അന്വേഷണം ഈ കാര്യത്തിൽ നടക്കുകയാണ്. അതിനുശേഷം മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ വിശദമായ ഒരു റിപ്പോർട്ട് നൽകാനാകൂ. വിശദമായ തരത്തിലുള്ള അന്വേഷണം ഈ കാര്യത്തിൽ നടക്കും എന്ന് തന്നെയാണ്. എന്തായാലും ഈ ഒരു വാഹനം അപകടത്തിൽപ്പെട്ടത് പകൽ സമയത്ത് തന്നെയാണ്. ഏതാണ്ട് 9 മണിയോടുള്ള സമയത്താണ് ഈ അപകടം ഉണ്ടാകുന്നത്. 9 മണി കഴിഞ്ഞ ഒരു സമയത്ത് തന്നെയാണ് അപകടം ഉണ്ടാകുന്നത്. കാരണം റെഡ് സിഗ്നൽ ആയിരുന്നു ഈ പറയുന്ന സ്ഥലത്ത്. പനങ്ങാട് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് ഈ സിഗ്നൽ ഉള്ളത്. പനങ്ങാട് തന്നെയാണ്. ആ സിഗ്നൽ റെഡ് സിഗ്നലിൽ നിർത്തിയിട്ടിരുന്ന ഒരു ബൈക്കുകാരനാണ് ഈ അപകടത്തിൽ ദാരുണമായി മരിച്ചത്. ഇടുക്കി വാഗമൺ സ്വദേശി ജിജോ സെബാസ്റ്റ്യനാണ് അപകടത്തിൽ മരിച്ചത്. ബസ് നേരെ വന്ന് റെഡ് സിഗ്നൽ കണ്ടപ്പോൾ ചവിട്ടി നിർത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ചവിട്ടിന്റെ ആഘാതത്തിൽ ടയർ തന്നെ ബസ് തിരിഞ്ഞു പോവുകയും നേരെ ബാക്ക് വശമാണ് ഈ ഫ്രണ്ടിൽ നിന്ന് ജിജോയുടെ മുകളിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും 20-25 മിനിറ്റോളം അദ്ദേഹം ആ വാഹനത്തിനടിയിൽ കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ടൺ കണക്കിന് ഭാരമുള്ള ഒരു വാഹനം ശരീരത്തിൽപ്പെട്ടാൽ ആ ഒരു അവസ്ഥയിൽ അദ്ദേഹം ആദ്യഘട്ടത്തിലൊക്കെ ചലനമുണ്ടായിരുന്നു. പിന്നീട് 20 മിനിറ്റോളം എടുത്തിട്ടാണ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയത്. എന്തായാലും നമുക്ക് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വന്ന ശേഷം മാത്രമേ ഏത് തരത്തിലാണ് അപകടമുണ്ടായത് എന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും റഷ്യയിലെ വിവിധ ഇടങ്ങളിൽ വെടിവെപ്പ്, 15 പേർ മരിച്ചു. പ്രത്യേകിച്ചും പള്ളികൾ കേന്ദ്രീകരിച്ചാണ് ഈ വെടിവെപ്പുണ്ടായത് എന്നാണ്. തോക്കുധാരികൾ വെടിവെക്കുകയായിരുന്നു പ്രകോപനമില്ലാതെ. മരിച്ചവരിൽ പോലീസുകാരുമുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പോലീസുകാരും സാധാരണക്കാരും മരിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. കൃഷ്ണേന്ദു നായരുണ്ട്. കൃഷ്ണേന്ദു, എന്താണ് സംഭവിച്ചത്? ഈ മരണസംഖ്യ വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടോ? രഞ്ജിത്ത്, മരണസംഖ്യയുടെ കൃത്യമായ വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇന്നലെ റഷ്യയിൽ നോർത്ത് ഭാഗത്തായിട്ട് ദഗസ്താൻ എന്ന് പറയുന്ന മേഖലയിലാണ് ഈ വെടിവയ്പ് നടന്നത്. 2 നഗരങ്ങളിലെ 2 പള്ളികളും ഒരു സിനഗോഗും ഒരു പോലീസ് ചെക്ക് പോസ്റ്റിനും നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. വളരെ റാൻഡമായിട്ടാണ് കറുത്ത വസ്ത്രം ധരിച്ച ആക്രമികൾ ഈ വെടിയുതിർക്കുന്നത്.
സംഭവത്തിൽ 15-ലധികം പോലീസുകാരും ഒരു പുരോഹിതനും ഒപ്പം നിരവധി സാധാരണക്കാരും മരിച്ചതായിട്ടാണ് പ്രാഥമിക വിവരം. ഈ പള്ളികൾ കേന്ദ്രീകരിച്ചായിരുന്നോ കൃഷ്ണേന്ദു? അങ്ങനെ ഒരു വിവരം അതെ, പള്ളികൾ കേന്ദ്രീകരിച്ചായിരുന്നു ആക്രമണം ഉണ്ടായത്. അതുപോലെ ഒരു സിനഗോഗിന് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു പള്ളിയിലെ പുരോഹിതനും ആണ് മരണപ്പെട്ടിരിക്കുന്നത്. ഒപ്പം 5 ആക്രമികളും സംഭവത്തിൽ മരിച്ചിട്ടുണ്ട്. എത്ര പേർ ഈ സംഘത്തിൽ ഉണ്ടായിരുന്നു? അങ്ങനെ എത്ര പേർ ഇതിൽ പങ്കെടുത്തു? അങ്ങനെ എന്തെങ്കിലും ഒരു വിവരം? ഈ എത്ര ആക്രമികൾ ഉണ്ടായിരുന്നു എന്നുള്ള വിവരമില്ല. മറിച്ച് 5 ആക്രമികൾ ഈ ആക്രമണത്തിൽ മരിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഈ മരണസംഖ്യ 15-ന് മുകളിലേക്ക് ഉയരാനുള്ള സാഹചര്യമാണല്ലേ? അതെ, 15-ന് മുകളിൽ ഉയരാൻ സാധ്യതയുണ്ട്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 2 നഗരങ്ങളിലായിട്ട് 2 ഓർത്തഡോക്സ് പള്ളികളിലും ഒരു സിനഗോഗിലും ഒരു പോലീസ് ചെക്ക് പോസ്റ്റിലുമാണ് ഈ ആക്രമണം ഉണ്ടായത്. ഈ 2 നഗരങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്ന് ഒരു പ്രധാന മുസ്ലിം കോക്കസ് മേഖലയായ ഡർബൻ നഗരമാണ്. ഈ നഗരത്തിലെ ചർച്ചിനും സിനഗോഗിനും നേരെയാണ് ആക്രമണം ഉണ്ടായത്. ശേഷം ഈ ചർച്ചിനും അതുപോലെ സിനഗോഗിനും തീ പിടിക്കുകയായിരുന്നു. അപ്പോൾ അതിനായിട്ട് ഫയർ ബോംബുകൾ ആക്രമികൾ ഉപയോഗിച്ചു എന്നാണ് വരുന്ന വിവരങ്ങൾ. അടുത്ത നഗരം എന്ന് പറയുന്നത് ജോർജിയ അസർബൈജാന്റെ അതിർത്തിയിലുള്ള ദഗസ്താന്റെ തലസ്ഥാനം കൂടിയായ മക്ചഗ്ല എന്ന പ്രദേശമാണ്. അവിടെയാണ് അടുത്ത ചർച്ചും പോലീസ് പോസ്റ്റും ഉണ്ടായിരുന്നത്. ഈ ആക്രമണങ്ങളിൽ 15-ലധികം പോലീസുകാർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായിട്ടാണ് വിവരങ്ങൾ. അതായത് ഈ നഗരങ്ങൾ അടുത്തടുത്തുള്ള നഗരങ്ങളാണോ അതോ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ഒരേ സമയം ആക്രമണമായിരുന്നു? ഒരേ സമയമുള്ള ആക്രമണമായിരുന്നു എല്ലായിടത്തും? ഏകദേശം ഒരേ സമയത്തുള്ള ആക്രമണമായിരുന്നു രഞ്ജിത്ത്. ശരി, കൃഷ്ണേന്ദു നായരാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും റഷ്യയിലാണ് ഈ സംഭവം ഉണ്ടായത്. വിവിധ ഇടങ്ങളിൽ വെടിവെപ്പുണ്ടായി എന്നുള്ളതാണ്. 15-ലധികം മരണം, അതിൽ പോലീസുകാരും മരിച്ചിട്ടുണ്ട്. പോലീസുകാരും സാധാരണക്കാരും ഈ പ്രീസ്റ്റ് അടക്കമുള്ള ആളുകൾ മരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. റഷ്യയിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമുക്കറിയാം. വ്ളാദിമിർ പുടിനോടുള്ള എതിർപ്പുകൾ അറിയാം. യുക്രൈനുമായി ബന്ധപ്പെട്ട ആക്രമണത്തിന്റെ പശ്ചാത്തലം അവിടെയുണ്ട്. ലോകരാജ്യങ്ങൾക്ക് റഷ്യയോടുള്ള എതിർപ്പ് ഇതിനോട് ചേർത്ത് വായിക്കണം. അങ്ങനെ നിരവധിയായ ആഭ്യന്തരവും പുറത്തുള്ളതുമായ രാജ്യാന്തരവുമായ നിരവധി പ്രശ്നങ്ങൾ നിൽക്കുന്നതിനിടയിലാണ് ഇത്തരമൊരു സംഭവം റഷ്യയിൽ ഉണ്ടാകുന്നത്. ഇതിന്റെ കാരണക്കാരെ കണ്ടെത്തണം. റഷ്യയെ പോലെ ഒരു സംവിധാനത്തിനെ ഞെട്ടിപ്പിക്കുന്ന തന്നെയാണ് ഇത്തരം ആക്രമണങ്ങൾ എന്ന കാര്യത്തിൽ സംശയമില്ല. കൃഷ്ണേന്ദു നായരാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കാലവർഷത്തിനൊപ്പം കടലാക്രമണവും രൂക്ഷമായ ോടെ കോഴിക്കോട് ഗോദീശ്വരത്തെ തീരദേശവാസികൾ ദുരിതത്തിൽ. 7 നിമിഷവും വീടുകൾ കടലെടുക്കാമെന്ന ആശങ്കയിലാണ് ഇവിടുത്തെ 50ഓളം കുടുംബങ്ങൾ കഴിയുന്നത്. കടലാക്രമണവും പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും ഇവരുടെ ദുരിതം ഇരട്ടിയാക്കുകയാണ്. വരും ദിവസങ്ങളിൽ അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പിൽ കടുത്ത ആശങ്കയിലാണ് ഗോദീശ്വര നിവാസികൾ. കടലാക്രമണവും പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും ഇവരുടെ ദുരിതം ഇരട്ടിയാക്കുകയാണ്. വീടുകൾ ഏത് സമയവും കടലെടുക്കാമെന്ന ഭീതിയിലാണ് ഇവർ ദിവസങ്ങൾ തള്ളി നീക്കുന്നത്. അതോ കല്ലൊക്കെ കൂടി തെറിച്ചിട്ട് ഇവിടെ എത്തുക കടലിന് പേടിയാവും. ഞാൻ പേടിച്ചിട്ട് ഞാൻ ആരെ വിളിക്കുക? ഇവരൊക്കെ പേടിച്ചിട്ട് അകത്തിരിക്കില്ലേ? ഞാൻ ഒറ്റക്കല്ലേ? ഞാൻ എന്നിട്ട് മരിയാൻ മാങ്കാവുന്നൊക്കെ വരും പേടിച്ചിട്ട്. എന്നിട്ട് കല്ലൊക്കെ അതിന്റെ മുകളിൽ കെട്ടിയിട്ട് മണ്ണിട്ട് ഒരു പോവും. പേടിച്ചിട്ട് ജീവിക്കുക ഞങ്ങള്. ജീവിതം തന്നെ പേടിയാ. കടലിൽ ഒഴുകി പോവാൻ ഒഴുകി പോട്ടെ ചോദിക്കുക. പിന്നെ മരിക്കാതെ അങ്ങോട്ട് എത്തിപ്പോവൂലേ? അതല്ലേ. ഗോദീശ്വരം ക്ഷേത്രം മുതൽ ഗോദീശ്വരം ശ്മശാനം വരെയുള്ള റോഡിന്റെ ഒരു ഭാഗം കഴിഞ്ഞ ദിവസം കടലെടുത്തിരുന്നു. അവശേഷിക്കുന്ന ഭാഗവും ഏതു നിമിഷവും പൊളിഞ്ഞു വീഴാം എന്ന നിലയിലാണ്. രാത്രി ഇതേമാതിരി വന്നതാണ്. ഇവരെല്ലാരും വിളിച്ചിട്ടാണ് ഞങ്ങൾ അറിഞ്ഞത്. ഒരു വീട്ടുകാരെ അറിയുമ്പോൾ എല്ലാരും വിളിക്കും. അപ്പോൾ ഞങ്ങൾ അറിഞ്ഞ് മിറ്റത്ത് നിറച്ച് വെള്ളമായിരുന്നു. അടുക്കളന്റെ തനി ഇവിടെ കുലായിന്റെ പടി വരെ കയറിപ്പോയിരുന്നു വെള്ളം. രാവിലെ നല്ല ചണ്ടി ഉണ്ടാവും. ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ കടലത്തെ ചണ്ടിയൊക്കെ വേസ്റ്റൊക്കെ മുറ്റത്തായിരിക്കും. പിന്നെ JCB മാന്തിയിട്ട് ഞങ്ങൾ കുഴിച്ചിട്ടത്. ഗാബിയോൺ ബോക്സ് മാതൃകയിൽ ഏതാനും വർഷം മുമ്പ് കരിങ്കല്ല് ഉപയോഗിച്ച് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചെങ്കിലും ശക്തമായ തിരയിൽ ഇവയും തകരുകയായിരുന്നു. പരാതി നൽകിയപ്പോൾ തീരത്ത് നിന്ന് മാറി താമസിക്കാനുള്ള നിർദ്ദേശമാണ് അധികൃതർ നൽകിയതെന്നും നാട്ടുകാർ. വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് തന്നെ അല്ലേ ഉള്ളൂ ഞങ്ങൾക്ക്. ഞങ്ങളിവിടെ വരുന്ന കാലത്ത് കടൽ അവിടെയാണ്. ഇന്നിപ്പോ കടൽ വന്ന് ഇവിടെ എത്തി. ഇതപ്പൊ ഇന്ന് കെട്ടും നാളെ കെട്ടും, ഇന്ന് കെട്ടും നാളെ കെട്ടും എന്ന് അറിയും. എല്ലാരും പറയാ പോവുക. കെട്ടുതരായില്ല. വീടിന്റെ മുറ്റത്ത് എത്തി ഇപ്പൊ കടല്. ഞങ്ങൾക്ക് വേറെ എവിടെയും പോയി ജീവിക്കാൻ പാകണ്ടായി ഞങ്ങൾ വിറ്റ് ഞങ്ങൾ പോകൂലേ? അതിന് പാകമില്ലാത്തതിനെ കൊണ്ടല്ലേ ഞങ്ങൾ ഈ വെള്ളത്തിന്റെ ഇതിന്റെ അടി കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കിടക്കണത് ഇവിടെ. 2021 രൂക്ഷമായ കടലാക്രമണമാണ് ഇവിടെ ഉണ്ടായത്. അന്ന് തകർന്ന റോഡുകൾ നന്നാക്കാൻ പോലും ഇതുവരെ അധികൃതർക്ക് സാധിച്ചിട്ടില്ല. ഇനിയൊരു കടലാക്രമണം ഉണ്ടായാൽ ഉള്ളതെല്ലാം നഷ്ടപ്പെടുന്ന ഭീതിയിലാണ് തീരദേശവാസികൾ. കടൽഭിത്തി നിർമ്മിക്കാൻ ആവശ്യപ്പെടുന്ന നാട്ടുകാരോട് തീരം ഒഴിയാനാണ് അധികൃതർ നിർദ്ദേശിക്കുന്നത്. കടൽഭിത്തി നിർമ്മാണം അനിശ്ചിതമായി വൈകിക്കുന്നത്
തങ്ങളെ തീരത്തു നിന്നും ഒഴിക്കാനാണോ എന്ന ആശങ്കയും ഇവിടുത്തുകാർക്കുണ്ട്. കോഴിക്കോട് ഗോദീശ്വരത്ത് നിന്നും ക്യാമറമാൻ ശ്രീജിത്ത് കല്ലുമുട്ടിക്കൊപ്പം MS അനീഷ് കുമാർ, ന്യൂസ് 18. കോഴിക്കോട് മീൻചന്തയിൽ മഴയ്ക്കൊപ്പമെത്തിയ കാറ്റിൽ കൂറ്റൻ മാവ് കടപുഴകി വീണു. വീട്ടിലുണ്ടായിരുന്നയാൾ തലനാഴികയ്ക്കാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. ഉള്ളിശ്ശേരിക്കുന്നിൽ പ്രിയദർശന്റെ വീടിന് സമീപം നിന്ന മാവാണ് വലിയ ശബ്ദത്തോടെ നിലം പൊത്തിയത്. വീട്ടുടമസ്ഥൻ വീടിന് പുറത്തേക്ക് വന്നതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വീടിന്റെ മുൻഭാഗം പൂർണ്ണമായി തകർന്നു. രാവിലെ മുറ്റത്തേക്ക് രാവിലെ ഒരുപാട് ഇല ഉണ്ടാവും, മാവിൻ്റെ ഇല ഉണ്ടാവും. ഈ മാവിൻ്റെ ഇല ഇങ്ങനെ പ്രത്യേകം കൊടുക്കുക. ആ സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ വന്ന് ഈ കൂട്ടുകാരോട് സംസാരിക്കുന്ന ഒരു ശബ്ദം. അപ്പം ഞാൻ കേൾക്കില്ല, ഞാൻ ജസ്റ്റ് കേൾക്കാത്ത ആളാണ്. അപ്പം ഞാൻ കേൾക്കില്ല ശരി. അപ്പോൾ അവൻ പറയും അല്ല എന്തോ ശബ്ദം കേൾക്കേണ്ടത്. അപ്പോൾ പറഞ്ഞു നിൽക്കുമ്പോൾ ഒരു കൊമ്പ് വീണ്. അപ്പം ഞാൻ മുള്ളി നോക്കുമ്പോൾ കാക്കകൾ ഇങ്ങനെ മരത്തിന് മുകളിൽ ഇങ്ങനെ ചുറ്റും. പിന്നെ അടുത്ത കൊമ്പാണ്. അപ്പോഴാണ് ശബ്ദം കൂടി. അപ്പം ഞാൻ കേൾക്കാൻ തുടങ്ങി കറ ശബ്ദം. അപ്പം ഞാൻ ചെയ്ത് ബാഗ് കൊണ്ടുവരും ഓടിക്കോ പറഞ്ഞു. അങ്ങനെ മാറുന്നു. അപ്പം അടുത്ത് ഞാൻ ചേരുന്ന പേര് പിന്നെ ഒക്കെ വിട്ടാക്കുന്നത്. മീൻചന്ത ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ പരിധിയിൽ വരുന്ന സ്ഥലത്താണ് മാവ് നിന്നത്. മുറിച്ചു മാറ്റണമെന്ന് നാട്ടുകാർ പലവട്ടം ആവശ്യപ്പെട്ടിട്ടും അവഗണിച്ചതാണ് അപകടത്തിൽ കലാശിച്ചത്. ആ കൊമ്പ് നിലത്ത് കുത്തി നിൽക്കുക, ഇതിന്റെ കൊമ്പ ആ കുത്തി നിന്നിട്ടില്ലെങ്കിൽ വീട് തകർന്നു പോയിരുന്നു. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ പൂള തീരെ ഉറപ്പില്ലാത്തൊരു സാധനമാണ്. ഇതിനു വേണ്ടി 8 വർഷം മുമ്പ് ഞാനൊരു പരാതി കൊടുത്തത് ഇപ്പോഴും അവിടെ ഉണ്ട്. കാരണം 10,000 നടക്കുന്ന വഴിയാണ്. നമ്മുടെ ഈ പരിസരവാസികൾ മാത്രമല്ല ഭീഷണിയില്ല, ഈ ആന റോഡ്, PNT കോട്ടസ്, ഉള്ളിശ്ശേരി കുന്നിലൊക്കെ കൂടുതൽ ആൾക്കാർ പോകുന്നുണ്ട്. അത് വെച്ച് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കമ്പത്തിന്റെ ഉണങ്ങി അവിടെ വീണുണ്ടായിരുന്നു, അവിടെ കുട്ടികളും മുറ്റത്തേക്ക് കുറിച്ചുമ്പോൾ. അപ്പം അങ്ങനെ കുറേ മരങ്ങൾ അവിടെ താങ്ങി നിൽക്കുന്നുണ്ട്. അപ്പം ഇനി അടുത്തത് ഇടാൻ പോകുന്ന സാധനം ഇതായിരിക്കും. നിലംപൊത്തിയ മാവിന് സമീപം വലിയതായി വളർന്നു പൊങ്ങിയ മറ്റു ചില പാഴ്മരങ്ങൾ കൂടിയുണ്ട്. ഇവയും അപകട ഭീഷണി ഉയർത്തുന്നു. മഴ കനക്കുമെന്ന മുന്നറിയിപ്പുകൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ ഈ മരങ്ങളും അടിയന്തരമായി വെട്ടിനീക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 കോഴിക്കോട്. സംസ്ഥാനത്ത് ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായാണ് ഓറഞ്ച് അലേർട്ട്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ടുമുണ്ട്. വരും ദിവസങ്ങളിലും മഴ കനക്കുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. പാലക്കാട് കരിമ്പയിൽ ഗർഭിണിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ ഭർത്താവ് നിഖിലിനെ പാലക്കാട് എത്തിച്ചു. ഭാര്യ സജിതയെ കഴുത്തുനിരിച്ച് കൊലപ്പെടുത്തിയ ശേഷം നിഖിൽ 2 കുട്ടികളെയും കൊണ്ട് സേലത്തേക്ക് ഒളിച്ചു കിടക്കുകയായിരുന്നു. സേലത്ത് വെച്ചാണ് ഇയാൾ അറസ്റ്റിലാകുന്നത്. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വിനേഷ്, എന്താണ് വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടത്? രഞ്ജിത്ത്, ഇന്നലെ പുലർച്ചെയാണ് സജിതയുടെ മൃതദേഹം കണ്ടെത്തിയത്. അതിനു മുമ്പ് തലേ ദിവസം രാത്രിയിൽ ഇവർ തമ്മിലവിടെ വഴക്കുണ്ടായിരുന്നു. ഇയാൾ മദ്യലഹരിയിൽ സജിതയെ ആക്രമിച്ചോ എന്നുള്ളൊരു സംശയമൊക്കെ നാട്ടുകാർക്കുണ്ടായിരുന്നു. പക്ഷേ നാട്ടുകാരെ വീട്ടിലേക്ക് ചെന്നില്ല. രാവിലെ പുലർച്ചെയാണ് ഇവർക്ക് സംശയം തോന്നിയപ്പോഴാണ് ഒരു സംഘം ആളുകൾ ആ വീട്ടിലേക്ക് പോകുന്നതും പിന്നീട് സജിതയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തത്. പക്ഷേ നിഖിലിനെയും 2 കുട്ടികളെയും കാണാനില്ലായിരുന്നു. രണ്ടുപേരും സേലത്തേക്ക് കടന്നതായിരുന്നു. തുടർന്ന് പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടത്തിയതിനു ശേഷമാണ് ഇവരെ കഴുത്തു ഞെരിച്ചാണ് കൊലപ്പെടുത്തി എന്നുള്ളൊരു പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് എത്തിച്ചേർന്നത്. ഇവർ മുമ്പും ഇതുപോലെ തന്നെ ഇയാൾ മദ്യലഹരിയിൽ ഭാര്യ സജിതയുമായി വഴക്ക് കൂടാറുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട്. എന്തായാലും പ്രതിയെ സേലത്ത് നിന്ന് ഇന്നലെ രാത്രിയോടുകൂടി പാലക്കാട് എത്തിച്ചു. ഇന്ന് മണ്ണാർക്കാട് കോടതിയിൽ ഹാജരാകും. വിനേഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇന്നലെ ദുഃഖകരമായ ഒരു വാർത്ത ഛത്തീസ്ഗഡിലെ സുക്മയിൽ നിന്ന് വന്നത്. മലയാളി ജവാൻ മാവോയിസ്റ്റ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ചു. CRPF ജവാൻ R. വിഷ്ണുവിൻ്റെ മൃതദേഹം ഇന്ന് ഉച്ചയോടുകൂടിയാണ് തിരുവനന്തപുരം പാലോടുള്ള വീട്ടിലെത്തിക്കുക. കഴിഞ്ഞ ദിവസമാണ് വിഷ്ണുവും UP സ്വദേശിയായ ശൈലേന്ദ്ര എന്ന ജവാനും സഞ്ചരിച്ച ട്രക്ക് കുഴിബോംബ് പൊട്ടിത്തെറിച്ച് തകർന്നത്. ഡാൻ കുര്യൻ ഇപ്പോൾ അവിടെയുണ്ട്. ആ വീടിൻ്റെ പരിസരത്ത് ഡാനുണ്ട്. ഡാന് എപ്പോഴേക്ക് എത്തിക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഡാൻ്റെ തൊട്ടുപുറകിൽ ആ ധീര ജവാനെ അനുസ്മരിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകളും മറ്റും കാണാം. ആ നാടിൻ്റെ പ്രിയങ്കരനായിരുന്നു. നമ്മുടെ പല സുഹൃത്തുക്കളുടെയും അടുത്ത സുഹൃത്തായിരുന്നു. അവർ പലരും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം പുതിയ വീട് ഒക്കെ ഒരു സ്വപ്നമായിരുന്ന ഒരു ജവാനായിരുന്നു. സ്വന്തം അധ്വാനം കൊണ്ട് ഉയർന്നു വന്ന ഒരാളാണ് എന്ന് വ്യക്തമാകുന്നുണ്ട്. എന്തൊക്കെയാണ് മറ്റു ഓർമ്മകൾ ആ നാട്ടിന് പങ്കുവെക്കാനുള്ളത്? രഞ്ജിത്ത്, നമുക്കറിയാം ഇന്നലെ വൈകുന്നേരം മാത്രമാണ് കുടുംബാംഗങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട വിവരം സൈനിക ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ലഭ്യമാകുന്നത്. അതായത് ഈ ബോംബ് സ്ഫോടനത്തിൽ വാഹനം പൊട്ടിത്തെറിച്ച് 2 പേർ മരണപ്പെട്ടു. അതിൽ ഒരാൾ
നന്ദിയോടിന് സമീപം പൊട്ടൻചെറിയിലുള്ള വിഷ്ണുവാണ് എന്ന വിവരമായിരുന്നു ഈ കുടുംബാംഗങ്ങൾക്ക് ലഭ്യമായത്. എന്തായാലും ഇന്ന് ഉച്ചയോടെ ഈ മൃതദേഹം എത്തിക്കുമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നതെങ്കിലും അതിൽ ഇപ്പോൾ മാറ്റമുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നാളെ പുലർച്ചയ്ക്ക് 1:30 മാത്രമേ വിഷ്ണുവിന്റെ മൃതദേഹം പ്രത്യേകം സജ്ജമാക്കിയ വിമാനത്തിൽ ഈ തിരുവനന്തപുരത്തേക്ക് എത്തിക്കുകയുള്ളൂ എന്ന വിവരമാണ് കുടുംബാംഗങ്ങൾക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്നത്. സ്വാഭാവികമായി ഇത് വളരെ ചെറിയൊരു വനപ്രദേശമാണ്, ചുറ്റും ചെറിയൊരു ഗ്രാമം, സാധാരണക്കാരായ മനുഷ്യർ ഈ നാടിന്റെ മുഴുവൻ പ്രതീക്ഷയും സ്നേഹവുമൊക്കെ ആവോളം ഏറ്റുവാങ്ങി 1.5 മാസം മുമ്പ് ഇവിടെ വന്ന് ഗൃഹപ്രവേശന ചടങ്ങിലൊക്കെ പങ്കെടുത്ത് ഇളയ മകനെ എഴുത്തിനിരുത്തിയതിനു ശേഷം വീണ്ടും സൈനിക വൃത്തിയോടനുബന്ധിച്ച് ഛത്തീസ്ഗഡിലേക്ക് മടങ്ങിയതാണ് വിഷ്ണു. ആ വിഷ്ണുവിനാണ് അപ്രതീക്ഷിതമായി ഉണ്ടായ സ്ഫോടനത്തിൽ ഇന്നലെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ വിയോഗ വാർത്ത ഉൾക്കൊള്ളാൻ ഇപ്പോഴും ഈ നാട്ടുകാർക്ക് അക്ഷരാർത്ഥത്തിൽ കഴിയുന്നില്ല എന്നതാണ് വസ്തുത. സ്വാഭാവികമായി ആ കുടുംബാംഗങ്ങളൊക്കെ അതിന്റെ തീരാ ദുഃഖത്തിലാണ്. വിഷ്ണുവിന്റെ അച്ഛൻ, അമ്മ, മക്കൾ, ഭാര്യ അവരൊക്കെ ഉള്ളിലുണ്ട്. എനിക്കറിയില്ല അവരോട് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ അവരുടെ ഒരു പ്രതികരണം, ഈ വിഷ്ണുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കാൻ പോലും കഴിയാത്ത തരത്തിൽ വൈകാരികമായി അവർ തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ആർക്കും മുഖം കൊടുക്കാതെ ഒരു കട്ടിലിൽ തല ചായ്ച്ച് വെച്ച് ദുഃഖം കടിച്ചമർത്തി കിടക്കുകയാണ് വിഷ്ണുവിന്റെ അച്ഛൻ. ഞാൻ അദ്ദേഹത്തെ അല്പസമയം മുമ്പ് ആ വീടിനകത്ത് കാണാൻ ശ്രമിച്ചിരുന്നു. ഈ ഇടവഴിയിലൂടെ വേണം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകാൻ. എന്തായാലും വളരെ ദുഃഖകരമായ ശോകമൂകമായ ഒരു അവസ്ഥയാണ് പൊട്ടൻചൊറയിലുള്ള വിഷ്ണുവിന്റെ വീടിന് മുമ്പിൽ നിന്ന് എനിക്കിപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. രഞ്ജിത്ത്, ഈ എന്താണ് അവിടെ സംഭവിച്ചതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? ഡാന് ഈ നാട്ടിലെ സുഹൃത്തുക്കളോ ബന്ധുക്കളെയൊക്കെ അവർ അറിയിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ഈ മൃതദേഹത്തിൻ്റെ മറ്റ് എത്തുന്ന കാര്യങ്ങൾ, ഭൗതിക ശരീരം എത്തുന്ന കാര്യങ്ങൾ, മറ്റ് ചടങ്ങുകൾ? സ്വാഭാവികമായും ഒരു ജവാൻ ഇത്തരത്തിൽ വീരമൃത്യു വരിക്കുമ്പോൾ എല്ലാ ആദരവും അർപ്പിച്ചായിരിക്കുമല്ലോ സേനയും ഇതിനോട് പ്രതികരിക്കുക. അത്തരം സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരം നാട്ടിൽ ലഭ്യമായിട്ടുണ്ടോ? ഡാൻ, കൊച്ചിയിൽ ഈ തിരുവനന്തപുരത്ത് പാലോട് ആണ്, പാലോടുള്ള ഡാൻ, ഞാൻ എൻ്റെ ചോദ്യം കേട്ടിരുന്നോ? തുടരാം. ധീര ജവാൻ വിഷ്ണുവാണ് ഛത്തീസ്ഗഡിലെ സുക്മയിലെ മാവോയിസ്റ്റ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ചത്. പാലോട് എന്ന തിരുവനന്തപുരത്ത് പാലോട് എന്ന ഗ്രാമത്തിലെ ഗ്രാമത്തിൻ്റെ പ്രതീക്ഷ, അവിടെ നിന്ന് സ്വപ്രയത്നത്താൽ വളർന്ന് ആ നാടിൻ്റെ അഭിമാനമായി മാറിയ ഒരു CRPF ജവാനാണ് വിഷ്ണു. വിഷ്ണുവിൻ്റെ മരണം സംഭവിച്ച ഛത്തീസ്ഗഡിലെ സുക്മയിൽ വെച്ചാണ്. അവിടെ മാവോയിസ്റ്റുകൾ ഒരുക്കിയ അവർ കെണിവെച്ചിരുന്ന കുഴിബോംബിൽ ജീപ്പ് പൊട്ടിത്തെറിച്ച്, വാഹനം പൊട്ടിത്തെറിച്ചാണ് വിഷ്ണുവും മറ്റൊരു ജവാനും മരിച്ചത്. UP സ്വദേശിയായ ശൈലേന്ദ്ര എന്ന ജവാനും ഇത്തരത്തിൽ വീരമൃത്യു വരിച്ചു എന്നുള്ളതാണ്. ഒരു വലിയ പ്രതീക്ഷ ആ ചെറുപ്പക്കാരനുമായി ബന്ധപ്പെട്ട് ആ കുടുംബത്തിനുണ്ടായിരുന്നു. ഇപ്പോൾ അത് പൊലിഞ്ഞിരിക്കുകയാണ്. ഉച്ചയോടുകൂടി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ജന്മനാട്ടിലെത്തിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ അവിടെയുള്ളത്. ഡാൻ കുര്യൻ അവിടെയുണ്ട്. നമുക്ക് തുടർ വാർത്തകളിൽ അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവെക്കാമെന്ന് കരുതുന്നു. കൊച്ചിയിലെ ലഹരിവേട്ടയിൽ പിടിയിലായവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി 30 കോടിയുടെ കൊക്കൈനുമായി 2 ടാൻസാനിയൻ പൗരന്മാർ ഇന്നലെയാണ് പിടിയിലായത്. ക്യാപ്സ്യൂളുകളാക്കിയാണ് 3 കിലോ കൊക്കൈൻ എത്തിച്ചത്. ക്യാപ്സ്യൂളുകളാക്കി വിഴുങ്ങിയാണ് കൊക്കൈൻ കടത്താൻ ശ്രമിച്ചത്. മറ്റു വാർത്തയിലേക്ക്. ആലപ്പുഴയിൽ ഓൺലൈൻ തട്ടിപ്പിന് ഇരയാകുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. ചേർത്തല സ്വദേശിയായ ഡോക്ടറുടെ പക്കൽ നിന്നും 7 കോടി രൂപയാണ് സൈബർ തട്ടിപ്പിലൂടെ നഷ്ടമായത്. വ്യാപാരിയുടെ കയ്യിൽ നിന്നും ടെലികോം അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥൻ എന്ന പേരിൽ 61 ലക്ഷം തട്ടി. വടക്കൻ കേരളം കേന്ദ്രീകരിച്ചുള്ള കണ്ണികൾ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുണ്ടെന്ന് പോലീസ് ഇതിനോടകം കണ്ടെത്തിക്കഴിഞ്ഞു. സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ചേർത്തല സ്വദേശിയായ ഡോക്ടർക്ക് ഓൺലൈൻ ട്രേഡ് നടത്താൻ ക്ഷണിച്ചുകൊണ്ടുള്ള ലിങ്ക് വാട്സ്ആപ്പ് മുഖാന്തരമാണ് ലഭ്യമാകുന്നത്. പിന്നീട് ട്രേഡിംഗ് ചെയ്യുന്നതിന് 3 മാസത്തെ പരിശീലനവും ലഭ്യമായതായി പോലീസ് പറയുന്നു. 50,000-ൽ തുടങ്ങി 7 കോടി രൂപ വരെ നിക്ഷേപിക്കുകയായിരുന്നു. പണം പിൻവലിക്കുന്നുവെന്ന് അറിയിച്ചതോടെയാണ് തട്ടിപ്പ് പുറത്തുവരുന്നത്. ഡോക്ടർക്ക് പുറമെ ചേർത്തലക്കാരനായ വ്യവസായിക്ക് 60 ലക്ഷമാണ് നഷ്ടമായത്.
ടെലികോം അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞാണ് ഒരു സംഘം ഓൺലൈൻ വഴി വ്യവസായിയെ ബന്ധപ്പെടുന്നത്. വ്യവസായിയുടെ പേരിൽ മറ്റൊരു സിം കാർഡ് ഉണ്ടെന്നും രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുമായിരുന്നു ഭീഷണി. ഓൺലൈൻ മുഖാന്തരം അറസ്റ്റ് വാറണ്ടും 2 മണിക്കൂറോളം വീഡിയോ കോൾ വഴി ചോദ്യം ചെയ്യലുമെല്ലാം നടത്തി. തുടർന്ന് പണം ആവശ്യപ്പെടുകയായിരുന്നു. ഈ കേസിൽ ആദിൽ മിലാജ്, നിബിൽ നിയാസ്, മുഹമ്മദ് റിസ്വാൻ, എബിൻ പി ജോസ് എന്നിവർ അറസ്റ്റിലായിട്ടുണ്ട്. കോഴിക്കോട് സ്വദേശികളാണ് ഇവരെന്നാണ് വിവരം. റിസ്വിനെടുത്ത അക്കൗണ്ട് മിഥിലാജിന് വാടകയ്ക്ക് നൽകിയാണ് ഉപയോഗിച്ചത്. ഓരോ ട്രാൻസാക്ഷനും റിസ്വിന് ഇവർ പണം നൽകുമായിരുന്നു. പണം അക്കൗണ്ടിൽ വരാൻ തുടങ്ങിയാൽ 10 ദിവസത്തിനുള്ളിൽ ഇവരുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കും. തട്ടിപ്പ് വ്യാപകമായതോടെ പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പർ തുറന്നു. ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്ന സമയമുണ്ട്. അതായത് തട്ടിപ്പിൽപ്പെട്ട് കഴിഞ്ഞാൽ 1 മണിക്കൂറിനകം 1 മണിക്കൂറിനാകുമ്പോൾ 1930 എന്ന് പറയുന്ന ഒരു നമ്പറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 50% പോയ പണം തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ പ്രതിയെ അറസ്റ്റ് ചെയ്ത് ബാക്കിയുള്ള നിയമപരമായിട്ടുള്ള നടപടികളുമായിട്ട് പോകണം. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ പോലീസിന് മാത്രം എഴുതി പൈസ നമുക്ക് കോടതിയിൽ കൊടുത്തിട്ട് കോടതിയിൽ നിന്ന് പിന്നെ ഇതിലെ വിക്ടിംസിന് നമുക്ക് എടുക്കാനായിട്ട്. നോർത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വീട്ടമ്മയുടെ 12 ലക്ഷം തട്ടിയ കേസിൽ അറസ്റ്റിലായവർക്ക് പുറമെ മഞ്ചേരി സ്വദേശി ബീരാൻകുട്ടി, ഫൈസൽ, മോങ്ങം മൊറയൂർ സ്വദേശി അലി അക്ബർ എന്നിവർക്കായുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കി. ന്യൂസ് 18 ആലപ്പുഴ. മഹാകവി കുമാരനാശാൻ ചണ്ടാല ഭിക്ഷുകി തുള്ളൽ രൂപത്തിൽ അവതരിപ്പിച്ച ഒരു കലാകാരിയെ പരിചയപ്പെടാം. കൊട്ടാരക്കര താമരക്കുടി സ്വദേശി കുമാരി ചന്ദനയാണ് ഇടവൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾക്കായി തുള്ളൽ അവതരിപ്പിച്ചത്. 9ാം ക്ലാസ്സിലെ മലയാള പാഠഭാഗത്തെ ആസ്പദമാക്കിയായിരുന്നു അവതരണം. പുരാതന കലാരൂപമായ തുള്ളൽ ഒരു നവീന കാവ്യവുമായി സമന്വയിപ്പിച്ച് വേദിയിൽ നിറഞ്ഞാടിയപ്പോൾ വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമായി. കുമാരനാശാന്റെ ഖണ്ഡകാവ്യമായ ചണ്ടാല ഭിക്ഷുകി കുമാരി ഹരിചന്ദന തുള്ളൽ രൂപമായി അവതരിപ്പിച്ചപ്പോൾ വിദ്യാർത്ഥികൾക്ക് പഠനവും രസകരമായി. മലയാള പാഠാവലി 9ാം ക്ലാസ് ആദ്യ പാഠഭാഗമായ ചണ്ടാല ഭിക്ഷുകി ഓട്ടം തുള്ളലായി വേദിയിൽ പരിണമിക്കുകയായിരുന്നു. ദാഹാർദ്രനായ ഭിക്ഷു ചണ്ടാല സ്ത്രീയിൽ നിന്നും വെള്ളം കുടിച്ച് ദാഹം അകറ്റുന്നതും തുടർന്നുള്ള കവിഭാവനയുടെ വർണ്ണനകൾ ഒട്ടും ചോരാതെ വേദിയിൽ തുള്ളി ഫലിപ്പിച്ചതും പ്രശംസനീയമായി. എല്ലാ വിദ്യാർത്ഥികൾക്കും ചണ്ടാല ഭിക്ഷുകിയുടെ രത്നച്ചുരുക്കം അധ്യാപകർ പറഞ്ഞു നൽകിയിരുന്നതിനാൽ തുള്ളലിലൂടെ മനസ്സിലാക്കാനും പ്രയാസമായില്ല. 12 വർഷമായി താമരക്കുടി കരുണാകരൻ മാഷിൽ നിന്നും തുള്ളൽ അഭ്യസിച്ചു വരുന്ന ഹരിചന്ദന TTC 2ാം വർഷ വിദ്യാർത്ഥിനിയാണ്. സൂരജ് ശാസ്താംകോട്ട പിൻപാട്ടും താമരക്കുടി ഹരികുമാർ മൃദംഗവും ഘടം സൂരജ് പുത്തൂരുമാണ് അവതരിപ്പിച്ചത്. ആദ്യമായി ചണ്ടാല ഭിക്ഷുകി തുള്ളലായി വേദിയിൽ അവതരിപ്പിച്ചുവെന്ന ഖ്യാതിയും ഹരിചന്ദനയ്ക്ക് സ്വന്തം. ന്യൂസ് 18 കൊട്ടാരക്കര. കാസർഗോഡ് നീലേശ്വരം പൂവാലം കൈ ശാസ്തമംഗലത്തപ്പൻ ശിവക്ഷേത്രത്തിലെ കുളത്തിന്റെ പ്രൗഢിയാണ് ഇപ്പോൾ നാട്ടിലെ സംസാരം. ചാത്തമത്ത് സ്വദേശി വിനീഷ് എന്ന യുവാവ് 1 വർഷമെടുത്ത് ഒറ്റയ്ക്കാണ് കുളം പടുത്തുയർത്തിയത്. 1 ലക്ഷം ചെങ്കൽ കല്ലുകളിൽ തീർത്ത മനോഹരമായ തീർത്ഥകുളം. പൂവാലം കൈ ശാസ്തമംഗലത്തപ്പൻ ശിവക്ഷേത്രത്തിലാണ് ഈ കുളം. കാര്യങ്കോട് ചാത്തമത്ത് സ്വദേശി VK വിനീഷാണ് കുളം മനോഹരമാക്കിയത്. ക്ഷേത്ര കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ വർഷം ഏറ്റെടുത്ത ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയതിന്റെ സന്തോഷത്തിലാണ് വിനീഷ്. കല്ല് ചെത്തി മിനുസപ്പെടുത്താൻ മാത്രമായിരുന്നു സഹായികൾ. കല്ലുപടുക്കാൻ സിമന്റോ മറ്റോ ഉപയോഗിച്ചിട്ടില്ല എന്നതും പ്രത്യേകതയാണ്. 100ഓളം പടവുകളുണ്ട് തീർത്ഥകുളത്തിന്. 65 മീറ്റർ നീളവും 45 മീറ്റർ വീതിയും. കല്ലുകെട്ട് തൊഴിലാളിയായ വിനീഷ് ഒരു കുളം പടുത്തെടുത്തത് ഇതാദ്യം. സ്വയം ആർജിച്ച അറിവിൽ നിന്നാണ് ഈ യുവാവിന്റെ നിർമ്മാണം. ക്ഷേത്ര കമ്മിറ്റി വിശ്വസിച്ചേൽപ്പിച്ച ജോലി ഭംഗിയായി ചെയ്തു തീർക്കാൻ പറ്റിയ സന്തോഷത്തിലാണ് വിനീഷ്. ശ്രീ ശാസ്തമംഗലത്തപ്പൻ ശിവക്ഷേത്രത്തിലെ അമ്പലത്തിലെ ഭാരവാഹികളും കമ്മിറ്റിക്കാരും എന്നെ കഴിഞ്ഞ വർഷമല്ല ഇതിൻ്റെ മുമ്പത്തെ വർഷം പണി ഏൽപ്പിച്ചു. ഞാൻ ആ വിശ്വസ്തയോടെ ആ പണി പൂർത്തീകരിച്ചു. 1 വർഷം കൊണ്ട് ഏകദേശം 1 ലക്ഷത്തോളം കല്ല് ഇതിന് വേണ്ടി വന്നു. അതെല്ലാം ഈ നമ്മളെ കാസർഗോഡൻ കല്ലുകളാണ് ഉപയോഗിച്ചത്. പിന്നെ ഇതിന് വേണ്ടുന്ന പൈസ ഏകദേശം ക്ഷേത്ര കമ്മിറ്റി കണ്ടെത്തിയത് ഏകദേശം ഒരു 75 ലക്ഷത്തോളം പൈസ ഇതിന് ഉപയോഗിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. 100-നടുത്ത് പടവുകളുള്ള കുളത്തിൽ ഇപ്പോൾ പകുതിയോളം വെള്ളമുണ്ട്.
75 ലക്ഷത്തോളം രൂപയാണ് ചെലവ് കണക്കാക്കുന്നത്. കുളങ്ങൾ പടുത്തുയർത്താനായി നിരവധി അന്വേഷണങ്ങളാണ് ഇപ്പോൾ വിനീഷിനെ തേടിയെത്തുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. പാറ പ്രദേശത്ത് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി നടത്താൻ പറ്റുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് കണ്ണൂർ തേറണ്ടിയിലെ കർഷകനായ പാലക്കിൽ രാജൻ. 1 ഏക്കറോളം വരുന്ന സ്ഥലത്തെ റബ്ബർ മരങ്ങൾ മുറിച്ചു മാറ്റിയാണ് രാജന്റെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി. കോവിഡ് കാലത്താണ് ചപ്പാരപ്പടവ് തേരണ്ടിയിലെ രാജന് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ഇറക്കണമെന്ന് മോഹമുദിച്ചത്. റബ്ബർ വിലയിടിവും തൊഴിലാളികളെ കിട്ടാത്തതുമാണ് രാജനെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. പത്തനംതിട്ട, കാസർഗോഡ് എന്നിവിടങ്ങളിൽ നിന്നായി തൈകൾ എത്തിച്ചു. പരീക്ഷണാടിസ്ഥാനത്തിൽ 1 ഏക്കറോളം സ്ഥലത്ത് കൃഷി ഇറക്കി. കോൺക്രീറ്റ് വേലിക്കല്ലുകൾ നാട്ടി തൈകൾ നട്ടു. ചെടിക്ക് പടരാൻ പഴയ ടയറുകളും സ്ഥാപിച്ചു. യൂട്യൂബിൽ നോക്കിയാണ് പ്രധാനമായും കൃഷിരീതികൾ പഠിച്ചത്. 3 വർഷം കൊണ്ട് രാജന്റെ ഡ്രാഗൺ ഫ്രൂട്ടുകൾ വിളവെടുപ്പിന് ഒരുങ്ങിക്കഴിഞ്ഞു. കൃഷി ഇത് കൊറോണ സമയത്ത് ഏതെങ്കിലും ഒരു പുതിയൊരു കൃഷി കണ്ടെത്തി അങ്ങനെയാണ് ഇത് ഡ്രാഗൺ കൃഷിയിലേക്ക് വന്നത്. പഠിച്ചത് യൂട്യൂബ് വഴി തന്നെയാണ് പഠിച്ചത്. മറ്റേ വേറെ ബില്ല ക്ലാസ്സൊന്നും കിട്ടിയില്ല. മലേഷ്യൻ റെഡ്, വൈറ്റ് ഡ്രാഗൺ, ഇസ്രായേൽ യെല്ലോ, റോയൽ റെഡ്, മെക്സിക്കൻ റെഡ് തുടങ്ങിയ ഇനങ്ങളാണ് കൃഷി ചെയ്തത്. ഇതുകൂടാതെ വിവിധ ഇനം വിദേശ ഇനം ഫ്രൂട്ടുകളും രാജന്റെ കൃഷിയിടത്തിലുണ്ട്. പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി വിജയം കണ്ടതിന്റെ സന്തോഷത്തിലാണ് രാജനും കുടുംബവും. ന്യൂസ് 18 ആലക്കോട്. കാസർഗോഡ് റാണിപുരം റിസർവ് വനത്തിലെ പ്രകാശിക്കുന്ന കൂടുകളുടെ വിശേഷങ്ങളാണ് ഇനി. വനംവകുപ്പ് നടത്തിയ സർവേയിലാണ് ഈ അപൂർവയിനം കൂടുകൾ കണ്ടെത്തിയത്. രാത്രിയിൽ പച്ച വെളിച്ചം പൊഴിക്കുന്ന ബയോലൂമിനന്റ് കൂണുകൾ. ഇതിന്റെ ശാസ്ത്രീയ നാമം ഫൈലോബോളിറ്റസ് മാനിപ്പുലാരിസ് എന്നാണ്. ഇലക്ട്രിക് കൂണുകളെന്നും വിളിപ്പേരുണ്ട്. രാസപ്രവർത്തനത്തിലൂടെ പ്രകാശിക്കുന്ന ഈ കൂണുകൾ അത്യപൂർവമാണ്. കാസർഗോഡ് റാണിപുരത്തെ വനമേഖലയിൽ വനം വകുപ്പും മഷ്റൂംസ് ഓഫ് ഇന്ത്യ കമ്മ്യൂണിറ്റിയും ചേർന്ന് നടത്തിയ സർവേയിലാണ് ഇത്തരത്തിലുള്ള കൂണുകൾ കണ്ടെത്തിയത്. നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജൈവവൈവിധ്യ മേഖലയാണ് ഈ റാണിപുരം. അപ്പോൾ അവിടെ നമ്മൾ നേരത്തെ ഉരകങ്ങളുടെയും പക്ഷികളുടെയൊക്കെ സർവേ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കൂണുകളെ പറ്റിയുള്ള അധികം പഠനങ്ങളൊന്നും ഇവിടെ നടന്നിട്ടില്ല. അപ്പോൾ ഈ മഴക്കാലമായപ്പം ഈ പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മളൊരു കുറച്ച് എക്സ്പെർട്സിനെ വിളിച്ചുകൊണ്ട് നടത്തിയതാണ്. അപ്പോൾ അന്നത്തെ സർവേയിൽ ഏകദേശം 50ഓളം സ്പീഷീസുകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. 50ഓളം കൂണിനങ്ങളാണ് റാണിപുരത്തെ സർവേയിൽ രേഖപ്പെടുത്തിയത്. നിറത്തിലും ആകൃതിയിലും വേറിട്ടവയാണ് ഇവ. ഇതിൽ ഭക്ഷ്യയോഗ്യമായതും അല്ലാത്തതുമുണ്ട്. തക്കാളിയുടെ ആകൃതിയിലുള്ള ടൊമാറ്റോ മഷ്റൂം, പൂവ് പോലെ തോന്നിക്കുന്ന പൊറോണിയ നാഗറ ഹോളൻസിസ്, കിളിക്കൂടിന്റെ ആകൃതിയിലുള്ള സിയാത്തസ്, ഇങ്ങനെ നീളുന്നു കൂണിനങ്ങൾ. കൂൺ പരാഗണത്തിന്റെ മനോഹര ദൃശ്യവും സർവേ നടത്തിയ സംഘം പകർത്തിയിട്ടുണ്ട്. കൂടുതൽ പ്രദേശങ്ങളിലേക്ക് സർവേ വ്യാപിപ്പിക്കാനാണ് അധികൃതരുടെ തീരുമാനം. ന്യൂസ് 18 കാസർഗോഡ്. നമുക്ക് മോർണിംഗ് വൈബ്സ് അവസാനിപ്പിക്കാനുള്ള സമയമായി. എല്ലാ പ്രേക്ഷകർക്കും മഴയുള്ള ദിവസമാണ് ഇന്ന്. ശക്തമായ മഴ മുന്നറിയിപ്പ് കാലാവസ്ഥാ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുകയാണ്. വർക്കിംഗ് ഡേ ആണ് ഇന്ന് എന്നുള്ളതും പ്രധാനമാണ്. ഒപ്പം ഒരുപാട് വാർത്തകളും സംഭവിക്കുകയാണ്. ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയാണ്. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ഇന്ന് സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്ക് വാർത്തകളുടെ കൂടെ തന്നെ സഞ്ചരിക്കാം. ഒരു ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്താ ബുള്ളറ്റിനുകൾ ഉണ്ടാകും. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. നമസ്കാരം.